പ്രാർത്ഥിച്ച് ഇന്നത്തെ കൺവെൻഷന്റെ നമ്മുടെ ഓൺലൈൻ കൺവെൻഷന് 2ാം ദിനത്തിലെ മീറ്റിംഗ് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കഴിഞ്ഞ ഒരു പകൽക്കാലം ദൈവം നമ്മായിരുന്ന ഇടങ്ങളിലൊക്കെ പരിപാലിച്ചു. ഈ ഒരു സന്ധിയിൽ നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം സഹായിച്ചു. ആ വലിയ കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം യാക്കോബിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി സമർപ്പണത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ആ വചനത്തെ നമുക്ക് ഓർക്കാം. തുടർന്നും ഇന്നും ദൈവത്തിൻ്റെ വചനം നമ്മോട് സംവേദിക്കുന്നതിനായി സംഭാഷിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നത്തെ കൂട്ടായ്മയുടെ കൂടിവരവിൻ്റെ അനുഗ്രഹത്തെ എല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, ഈ അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, 2025 ഒരു പുതിയ മാസത്തിലേക്ക്, 2ാം മാസത്തിലേക്ക്, അതിൻ്റെ ആദ്യ ദിനത്തിൽ ഞങ്ങൾക്ക് പ്രവേശിപ്പാൻ അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ദൈവമേ, ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ അവിടുത്തെ കൃപയാലും കരുണയാലും കാത്തു പരിപാലിച്ചല്ലോ. ഓരോ ദിവസവും നീ ഞങ്ങളെ നയിക്കുന്നതിനായി നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വീണു പോകാതെ കർത്താവെ, ഞങ്ങൾ ഇല്ലാതായി പോകാതെ നീ ഞങ്ങളെ കരങ്ങളിൽ വഹിക്കുന്നു. ആ വലിയ നന്മയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. കർത്താവ്, ഈ സമയത്ത് സഭയായി ഞങ്ങൾക്ക് വിശ്വാസത്തോടുകൂടെ ഇപ്രകാരം പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ സഭയുടെ ഓൺലൈൻ കൺവെൻഷനായിട്ട് കൂടി വരുവാൻ നീ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം ദൈവമേ, നീ ഞങ്ങളുടെ വചനത്തിലൂടെ സംസാരിച്ചല്ലോ. യാക്കോബിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിപ്പാൻ, ഞങ്ങളുടെ സഹോദര ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം നീ ഞങ്ങളെ അനുഗ്രഹിച്ചാക്കിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിലനിൽക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ കർത്താവെ, നിന്റെ സ്നേഹം ഞങ്ങളെ തേടി വരുന്നല്ലോ. അവൻ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. കർത്താവെ, ഈ രാത്രിയിലും ദൈവമേ, നല്ല വചന ചിന്തകളാൽ ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കുന്ന, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയുന്ന, ഞങ്ങൾക്ക് അനുകരിക്കുവാൻ കഴിയുന്ന, ഞങ്ങൾക്ക് പകർത്തുവാൻ കഴിയുന്ന കർത്താവെ, നല്ല ചിന്തകൾ ഈ രാത്രിയിലും അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങൾക്ക് പകർന്നു തരണമേ. ഇന്ന് കടന്നു വന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. കർത്താവെ, മറ്റുള്ളവരെയൊക്കെ അവിടുന്ന് ഓർമ്മപ്പെടുത്തി അവരും ഇതിൽ പങ്കെടുക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഈ കൂടിവരവിൻ്റെ ആദ്യയുടെ അവസാനം അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം. പാട്ട് പാടുന്നവരെ ഓർക്കുന്നു, തിരുവചനം വായിക്കുന്നവരെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ നയിക്കുന്നവരെയും എല്ലാം ഭരമേൽപ്പിക്കുന്നു. ദൈവമേ, അവരോടെല്ലാം അങ്ങയുടെ ആത്മാവ് കൂടെ ഇരിക്കണമേ. ഈ പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾക്ക് യാതൊരു സാങ്കേതികമായ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒന്നും കൂടാതെ കർത്താവെ, അതൊക്കെ ഭംഗിയായി നിർവഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിച്ച് പരിപാലിച്ച് വഴി നടത്തണം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ നമ്മുടെ ഈ കൂടിവരവിന്, യോഗത്തിന് പാട്ടുകൾ പാടി നമ്മളെ സഹായിക്കുന്നത് വിപിൻ ജേക്കബ്, ലസിത ആൻഡ് ഫാമിലിയാണ്. അവരാദ്യം 2 പാട്ടുകൾ പാടും. അതിനുശേഷം അച്ഛൻ്റെ പ്രസംഗത്തിന് മുൻപ് ഒരു പാട്ട് കൂടെ പാടും. ഇപ്പോൾ വിപിൻ ജേക്കബിനെ പാട്ടുകൾക്ക് നേതൃത്വം നൽകാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു. കേൾക്കാമല്ലോ അച്ഛാ? കേൾക്കാം വിപിനെ. യെസ്, ഓക്കെ. ഷെയർ ചെയ്യുവാണേ. വോയിസ് ഒരു ഇച്ചിരി ഫീബിൾ ആണെന്ന് തോന്നുന്നു. ആണോ? വോളിയം നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. കേൾക്കുന്ന കുറവാണോ? ഓക്കെ, സോറി, എന്റെ വോളിയം ആയിരുന്നു. സോറി. കേൾക്കാം. ഓക്കെ. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണാം. യെസ്. ഓക്കെ.
ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതണമേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതണമേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതണമേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നു മാറിടുമ്പോ, സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതണമേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുമ്പോ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുമ്പോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതണമേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതണമേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. അടുത്ത ഗാനം നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിടും ഞാൻ. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിടും ഞാൻ. ഹല്ലേലൂയ പാടിടും ഞാൻ,
യേശുവിന്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. ആവശ്യഭാരങ്ങളേറിടുമ്പോൾ ആർത്തനായുള്ളം കലങ്ങിടുമ്പോൾ അവൻ തീർത്ഥാനന്ദമേകിയോൻ താൻ ആശ്വാസദായകനേശുപാരൻ. ആവശ്യഭാരങ്ങളേറിടുമ്പോൾ ആർത്തനായുള്ളം കലങ്ങിടുമ്പോൾ അവൻ തീർത്ഥാനന്ദമേകിയോൻ താൻ ആശ്വാസദായകനേശുപാരൻ. ഹല്ലേലൂയ പാടിടും ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. കർത്താവറിയാതെയില്ല ഒന്നും ജീവിതയാത്രയിൽ ചൊല്ലുവാനായി നീറിടും ശോധന വേളകളിൽ നീക്കുപോകെ പുലർത്തിടും താൻ. കർത്താവറിയാതെയില്ല ഒന്നും ജീവിതയാത്രയിൽ ചൊല്ലുവാനായി നീറിടും ശോധന വേളകളിൽ നീക്കുപോകെ പുലർത്തിടും താൻ. ഹല്ലേലൂയ പാടിടും ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും ജീവകാലം. ഹല്ലേലൂയ പാടിടും ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. താങ്ക് യു വിപിൻ, ലസിത ആൻഡ് ഫാമിലി. ഇപ്പോൾ ചാച്ചിയമ്മ ആൻറ്റി ഇന്നത്തേക്കുള്ള വേദഭാഗം വായിക്കും. 1 ശമൂവേൽ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കേൾക്കാമോ അച്ഛാ? കേൾക്കാം ആൻറ്റി, കേൾക്കാം. 1 ശമൂവേൽ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ദൈവവാക്യങ്ങൾ. അനന്തര ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാവുന്നു. നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തനുമില്ലല്ലോ. നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. ഡംഭിച്ചിനി സംസാരിക്കരുത്, നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകുന്നു, ഇടറിയവരോ ബലം ധരിക്കുന്നു. സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു. മച്ചി 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസന അവകാശമായി നൽകുവാനും തന്നെ. ഭൂതരങ്ങൾ യഹോവയ്ക്കുള്ളവ,
ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാവുന്നു. സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല. യഹോവയോട് എതിർക്കുന്നവർ തകർന്നു പോകുന്നു. അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂസീമാവാസികളെ വിധിക്കുന്നു. തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു. തന്റെ അഭിഷേകത്തിന്റെ കൊമ്പ് ഉയർത്തുന്നു. ഇവിടെ പാഠം അവസാനിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കഴിഞ്ഞ ഒരു പകൽക്കാലം ദൈവം നമ്മെ സഭയായി ദൈവകരങ്ങളിൽ പരിപാലിച്ചതിനായി നടത്തിയതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഈ വർഷത്തെ ഓൺലൈൻ കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് ഇപ്രകാരം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുവാൻ ദൈവം നമുക്ക് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തി സമർപ്പിച്ച് തൻ്റെ പ്രതിസന്ധികളിൽ തന്നെ പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹന്നയുടെ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയെ നമുക്ക് ഒരു നിമിഷം ഓർക്കാം. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോഴും മറ്റുള്ളവർ നമ്മൾ ചിന്തിക്കാത്തത് നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ അറിയുകയും ദൈവം നമ്മുടെ ഭാരങ്ങളെ അറിയുകയും നമ്മുടെ പ്രയാസങ്ങളെയും നമ്മുടെ പ്രതിസന്ധികളെയും ദൈവം തിരിച്ചറിയുകയും ചെയ്ത് നമ്മോട് ഇടപെടുന്നതിനായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം, അപ്രാപ്യമായതിനെ നമ്മൾക്കെല്ലാം പ്രാപ്യമാക്കി തീർക്കുന്ന ഒരു ദൈവം. ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് സകലവും സാധ്യമാണ്. ആ വലിയ തിരിച്ചറിവോടുകൂടെ നമുക്ക് ഈ രാത്രികാലം ദൈവസന്നിധിയിൽ ആയിരിക്കാം. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കരുത്. രക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത്. ഒരു വീരന്മാരിലും അവരുടെ ശക്തിയിലും അവരുടെ കരബലത്തിലും നമ്മൾ ആശ്രയിക്കരുത്. മറിച്ച് കാരുണ്യവാനായ സർവകൃപാലുവായ ദൈവത്തിൽ നമുക്ക് വിശ്വാസത്തോടുകൂടെ ആശ്രയിക്കാം. നമ്മുടെ കുറവുകളെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ. നമ്മുടെ സഭയെ മുറ്റുമായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. ഈ നാളുകളിലൊക്കെ ഈ ശുശ്രൂഷകളിലൂടെയൊക്കെ സഭ കൂടുതൽ വചനത്തിൽ ഉറപ്പിക്കപ്പെടുവാൻ, ആത്മീയ സമർപ്പണത്തിലേക്ക് നയിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ കൂടുതൽ ദൈവവുമായിട്ട് അടുക്കുമ്പോഴാണല്ലോ, വചനപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോഴാണല്ലോ നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നവരാകുന്നത്. അതുകൊണ്ട് എന്തു വന്നാലും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരായി സഭയായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. പല അവസ്ഥകളിലുള്ളവരുണ്ട്, പല സാഹചര്യങ്ങളിലുള്ളവരുണ്ട്. എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. നമ്മുടെ സാമൂഹികമായ വ്യത്യാസങ്ങളോ ധനപരമായ വ്യത്യാസങ്ങളോ, അങ്ങനെ ലോകം നമ്മളെ വേർതിരിക്കുന്ന വേർതിരിക്കുന്ന അവസ്ഥകൾക്കും അപ്പുറമായി നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്. നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്നുള്ള വലിയ ബോധ്യത്തിൽ ജീവിപ്പാൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ വേർപാടിൻ്റെ, വിഭജനത്തിൻ്റെ, വേറുകൃത്യത്തിൻ്റെ, വിവേചനത്തിൻ്റെ ചുവരുകളെയെല്ലാം, മതിലുകളെയെല്ലാം, വേലിക്കെട്ടുകളെയെല്ലാം തകർത്ത് നമ്മളെല്ലാം ക്രിസ്തുവിൽ
കർത്താവിൻ്റെ കുരിശിൽ ഒന്നാണ് എന്ന് ചിന്തിച്ച് പ്രവർത്തിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ എല്ലാ മാതാപിതാക്കന്മാരെയും പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ആശുപത്രിയിലായിരിക്കുന്ന ജേക്കബ് അങ്കിളിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ക്യാൻസറിൻ്റെ പ്രയാസത്താലൊക്കെ ഭാരപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ സൗഖ്യം, വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റ് പലവിധമായ രോഗാവസ്ഥയിൽ, പ്രായത്തിൻ്റെ ക്ഷീണത്തിൽ, ബലഹീനതയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ദൈവം നല്ല ബുദ്ധിയും ശക്തിയും വിവേകവും ഒക്കെ നൽകണമെന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളൊക്കെ ദൈവമുള്ള കുഞ്ഞുങ്ങളായി, ദൈവമുള്ള ഒരു തലമുറയായി വളരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ശുശ്രൂഷകളിലൊക്കെ വളരെ സമർപ്പണത്തോടെ അവരൊക്കെ ഇടപെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പരീക്ഷകൾ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലുകളിൽ, വിദൂര പട്ടണങ്ങളിൽ, വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദൈവം അവരെ ആക്കിയിരിക്കുന്ന ഇടത്ത് അവരെല്ലാം ദൈവകൃപയിൽ നല്ല വഴിയിൽ ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹപ്രായമെത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലി ഇല്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലിയിലേക്ക് പ്രവേശിച്ചവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ യങ് കപ്പിൾസിനായിട്ടും പ്രാർത്ഥിക്കാം. അവരെ കുടുംബങ്ങളായിട്ട് ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പല നിലകളിൽ ജോലിയിലായിരിക്കുന്ന നമ്മുടെ എല്ലാ ഉപജീവന മാർഗത്തിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ ഉപജീവന മാർഗങ്ങളെയും ഇടങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരെ അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഭവനമില്ലാത്തവർ, സ്വന്തമായി വാഹനമില്ലാത്തവർ, അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. തലമുറകളെ വേണ്ടി ആഗ്രഹിച്ചിട്ട് അതിനെ ലഭിക്കുവാൻ വൈകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നല്ല തലമുറകളെ ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ക്യാരിയിങ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശേഷിച്ച് മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പ്രിയ പൈതലിന് വേണ്ട വിടുതലും ആരോഗ്യവും ഒക്കെ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ CSI സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ ആത്മീയമായ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മിഷണറിമാർക്ക് വേണ്ടി, മിഷൻ വയൽ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ ത്യാഗനിർഭരമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ ശുശ്രൂഷകളിലൊക്കെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നാളത്തെ നമ്മുടെ വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ റിട്രീറ്റ്, ആരാധന എല്ലാം വളരെ ഭംഗിയായി നിർവഹിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മളോട് വചനം സംസാരിക്കുന്ന ബിനീഷച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമേ, അച്ഛൻ്റെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം വാസ്തവമായി ഈ രാത്രികാലം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് ഇടപെടണമേ, സംസാരിക്കണമേ, സംവേദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ജോസ്ന പ്രാർത്ഥിക്കും. ജോസ്ന, ഹലോ അച്ഛ, കേൾക്കാവോ? കേൾക്കാം. യെസ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നിത്യനുമായ നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രി കാലത്തിനായിട്ട് കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന അപ്പച്ച. ഞങ്ങൾ ബലഭവനങ്ങളിലാണെങ്കിലും കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് തലവണക്കുവാൻ തക്കവണ്ണം കർത്താവെ, ഒരു മനപ്പെട്ട് നിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ ഒരുക്കിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ച, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ ഓൺലൈൻ കൺവെൻഷൻ 2ാം ദിവസത്തിൽ കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന അപ്പച്ച. ഈ മീറ്റിങ്ങിൽ ഉടനീളം കർത്താവെ,
നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം പറയുന്ന പ്രിയ ബിനീഷ് അച്ഛനെ കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. അച്ഛൻ്റെ വാക്കുകൾ കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം യേശുവപ്പച്ച. കർത്താവേ, ഞങ്ങളുടെ പ്രിയ അച്ഛനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജോസഫ് അച്ഛനെയും കൊച്ചമ്മയെയും കുഞ്ഞുങ്ങളെയും കർത്താവെ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പച്ച. ഞങ്ങളുടെ സഭയിൽ കർത്താവെ അവരായിരിക്കുന്ന കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമായി മാറുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അവരുടെ ആവശ്യഭാരങ്ങളിൽ കർത്താവെ നീ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും കർത്താവെ നീ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നാളത്തെ ആരാധനയെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു അപ്പച്ച. മീറ്റിങ്ങിലുടനീളം കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ നാളെ തക്ക സമയത്ത് കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. നാളത്തെ റിട്രീറ്റ് കർത്താവെ ഏറ്റവും അനുഗ്രഹകരമായി മാറുവാൻ തക്കവണ്ണം കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാളത്തെ മീറ്റിങ്ങിനെ നയിക്കുന്ന കർത്താവെ പ്രിയ ക്രിസ്റ്റി അച്ഛനെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. നാളെ ഞങ്ങൾ കർത്താവെ ഓരോരുത്തരും കർത്താവെ സഭയിലേക്ക് കടന്നു വന്ന പോലെയല്ല കർത്താവെ ഞങ്ങൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കർത്താവെ ഒഴിഞ്ഞ പാത്രമായി കടന്നു വന്നെങ്കിൽ കർത്താവെ നിറവോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് സന്തോഷത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവാൻ തക്കവണ്ണം കർത്താവെ നീ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിങ്ങിലുടനീളം കർത്താവെ ആദ്യോട് അന്ത എൻ്റെ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വിടുമ്പം കർത്താവെ ഞങ്ങളുടെ ആവശ്യഭാരങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന അപ്പച്ച. ഞങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവെ ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നീ അറിയുന്ന ദൈവമാകിയാൽ നന്ദി കർത്താവെ. ചോദിച്ചതിനും നനച്ചതിനും അത്യന്തപരമായി എൻ്റെ പൊന്നപ്പച്ച ഞങ്ങളെ ഇതുവരെയും വഴി നടത്തിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താമെന്ന് വാക്ക് പറഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പം കർത്താവെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ കർത്താവെ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ ശരിയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഞങ്ങളുടെ കുറവുകളെ നീ ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പാപങ്ങളെ നീ ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ നിന്റെ മാറോട് ചേർത്ത് നിർത്തുന്ന വൻ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ച. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ കരങ്ങളിലേക്ക് വീണ്ടും താഴ്ത്തി സമർപ്പിക്കുക അപ്പച്ച. കർത്താവെ ഞങ്ങളുടെ സഭയെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. സഭയിലെ ഓരോ അംഗങ്ങളെയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. ഓരോ കുടുംബങ്ങളെയും പേര് പേരായി അപ്പച്ച നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുക കർത്താവെ. കർത്താവെ നിന്റെ കരം ഓരോ മക്കളുടെ മേലെ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചർച്ച് കമ്മിറ്റിയെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും കർത്താവെ നീ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. നിന്റെ കൃപ കർത്താവെ മക്കളുടെ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു അപ്പച്ച. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലായിരിക്കും ഞങ്ങളുടെ പ്രിയ അങ്കിളിനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ജേക്കബ് അങ്കിളിനെ നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. മകനായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ രോഗികളായി ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ കർത്താവെ. ദൈവമേ ഓരോരുത്തരെയും നിന്റെ കരങ്ങളെ സമർപ്പിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണെന്ന് അരുളി ചെയ്ത കർത്താവെ നിന്റെ തൃക്കരം അവരുടെ മേൽ നീട്ടി കർത്താവെ. ഹല്ലേലൂയ. അവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഒരു മനസ്സോടെയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന നീ നിരസിക്കില്ലെന്ന് കർത്താവെ ഞങ്ങൾ അറിയുന്ന അപ്പച്ച. എൻ്റെ കർത്താവ് അവരുടെ കൂടെ ഇരിക്കണമേ. രോഗശൈലി നല്ല വൈദ്യനായി എൻ്റെ കർത്താവ് അവരുടെ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. സ്തുതിക്കുന്ന അപ്പ കർത്താവെ. ദൈവമേ ഞങ്ങളുടെ ചർച്ചിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. യങ് കപ്പിൾ ഫെലോഷിപ്പിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. യൂത്ത് വിങ്ങിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. അവരുടെ എല്ലാം പ്രവർത്തനങ്ങളിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. വിവാഹത്തിനായിട്ട് ആലോചിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ. എത്രയും പെട്ടെന്ന് കർത്താവെ തക്ക തുണയെ കർത്താവെ നീ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായി ഭാരപ്പെടുന്നവരുണ്ടല്ലോ കർത്താവെ. അവരെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ കർത്താവ് വഴിയും വാതിലുകളും തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ഭവനത്തിനായിട്ട് കർത്താവെ ആഗ്രഹിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്കായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ കർത്താവെ. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ പൊന്നപ്പച്ച നിന്റെ കരം കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ കർത്താവ് വിളിച്ച ദൈവം കർത്താവെ ഒരു നാളും കൈവിടുകയും ഇല്ല ഉപേക്ഷിക്കുകയും ഇല്ലെന്ന് കർത്താവെ ഉറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവെ
നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ എന്നെ സമർപ്പിക്കുന്നു അപ്പച്ച. കർത്താവേ, ദൈവമേ, ഇന്ന് രാത്രികാലം കർത്താവേ ഒരു മനസ്സോടെ ഞങ്ങൾ വീണ്ടും നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പം കർത്താവേ, എൻ്റെ കർത്താവ് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. വിട്ടുപോയ വിഷയങ്ങളെല്ലാം അപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതേക്കായിട്ട് സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ഓൺലൈൻ കൺവെൻഷന് രണ്ടാമത്തെ ദിനത്തിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ വർഷത്തെ ഓൺലൈൻ കൺവെൻഷനിൽ മുഖ്യ പ്രസംഗകനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കഴിഞ്ഞ രാത്രിയിലും ഇന്നത്തെ രാത്രിയിലും നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്ന പ്രിയപ്പെട്ട ബിനീഷ് അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ അച്ഛൻ വളരെ പരിചയമുള്ള ഒരു വേദഭാഗത്തിൽ നിന്ന് നമുക്ക് വളരെ പരിചയമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി വളരെ പുതിയതായ, നമ്മളൊരു പക്ഷേ നമുക്കിതുവരെ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്നതായ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, സമർപ്പണവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്നും അതിൻ്റെ തുടർച്ച എന്ന വണ്ണം അച്ഛനെ നമുക്ക് കേൾക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അച്ഛൻ്റെ വലിയ തിരക്കുകളുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഒക്കെ മധ്യത്തിലും നമ്മോടൊപ്പം ഈ സമയം ചിലവഴിച്ച് നമ്മോടൊപ്പമായിരിക്കുന്ന പ്രിയ അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനിയിപ്പോൾ അവസാന സമയത്ത് നന്ദി പറയേണ്ട കാര്യമില്ലല്ലോ. അച്ഛന് പ്രത്യേകം ഇടവകയുടെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹകരമാകട്ടെ. തുടർന്നുള്ള ശുശ്രൂഷ, ദീർഘമായ ശുശ്രൂഷ ജീവിതം ഒരുപാട് പേർക്ക് നന്മയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ആരെങ്കിലും ഇമ്മാനുവൽ CSI മലയാളം കോൺഗ്രിഗേഷനിൽ പെടാത്തവരായി നമ്മുടെ സുഹൃത്തുക്കളോ നമ്മളൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അതിൻ പ്രകാരം ആരെങ്കിലും പ്രത്യേകം, ഇന്നലെ ചിലരൊക്കെ ഉണ്ടായിരുന്നു, ഇന്നും പരിചയമില്ലാത്ത 1-2 പേരുകളൊക്കെ ഞാൻ പ്രൊഫൈലിൽ കാണുന്നുണ്ട്. നിങ്ങളെ പ്രത്യേകം ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക്, ഈ കൺവെൻഷനിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾ പാടി സഹായിച്ചവർ, വേദപുസ്തകം വായിച്ച് സഹായിച്ചവർ, പ്രാർത്ഥിച്ച് സഹായിച്ചവർ, സഹായിക്കുന്നവർ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഒപ്പം ഇപ്രകാരം ഒരു ഓൺലൈൻ കൺവെൻഷൻ നമ്മുടെ റിട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു വലിയ ഒരു പുതിയ ആശയമാണല്ലോ. അത് നടത്തുന്നതിന് ആ ഒരു സജഷനുമായി മുമ്പോട്ട് പോകുവാനായിട്ട് അതിനു വേണ്ട പിന്തുണ നൽകിയ, പ്രോത്സാഹനം നൽകിയ പാരിഷ് കമ്മിറ്റി അംഗങ്ങളോടുള്ള പ്രത്യേക നന്ദി. നമ്മുടെ പള്ളിയിൽ 1-2 ദിവസമായിട്ട് ഇച്ചിരി ടെക്നിക്കൽ ഇഷ്യൂസിനെ അവർ റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം പേര് അവിടെ പള്ളിയിൽ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ ഇന്ന് വെളുപ്പിനെ 4:30 ആയപ്പോഴാണ് പള്ളിയിൽ നിന്ന് പോയത്. അതിൻ്റെ ബാക്കി വർക്കുകൾ ഇപ്പോൾ നടക്കുന്നു നമ്മുടെ പ്രൊജക്ടറിൻ്റെ ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതിൻ്റെയൊക്കെ മധ്യത്തിലും പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി. കമ്മിറ്റി അംഗങ്ങളോട്, ഓക്സിലറീസിൻ്റെ അംഗങ്ങളോട് ഒക്കെയുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നാളെ രാവിലത്തെ ശുശ്രൂഷകൾക്കായിട്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രാവിലെ 8 മണിക്കാണ് വിശുദ്ധാരാധന. തുടർന്ന് നമ്മുടെ റിട്രീറ്റ് സെഷനുകൾ ഉണ്ടായിരിക്കും. 2 സെഷൻ ഉണ്ടായിരിക്കും. ലഞ്ചിന് ശേഷം സദൃശവാക്യങ്ങളെ ആസ്പദമാക്കി പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും പങ്കെടുക്കാവുന്ന വിധത്തിൽ ഒരു ബൈബിൾ ക്വിസ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാം നിങ്ങളുടെ പ്രത്യേകമായ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പള്ളിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതൊരു ഫെലോഷിപ്പാണ്.
നമ്മളത്തെ നമ്മുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് മാർത്തോമ സഭയിലെ വൈദികനായിരിക്കുന്ന ക്രിസ്റ്റി എബ്രഹാം അച്ഛനാണ്. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ ആരാധനയ്ക്കും റിട്രീറ്റിനുമൊക്കെ കടന്നു വന്ന് മുഴുവൻ സമയവും കഴിയുന്നിടത്തോളം ആളുകൾ പങ്കെടുക്കണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ ഒരു വലിയ കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ വിപിനും ലസിതയും ഫാമിലിയും ചേർന്ന് ഒരു പാട്ട് കൂടെ പാടും. അതിനുശേഷം പ്രിയപ്പെട്ട ബിനീഷ് മോൻ ബാബു അച്ഛൻ നമ്മോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കും. അടുത്ത ഗാനം വിനയമുള്ളൊരു ഹൃദയം എന്നിൽ. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടണമേ ദൈവമേ, അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നീ കളിയാൻ സ്നേഹവാനേ ക്ഷമിക്കണേ. നികളമെന്നയനങ്ങൾ മൂടി ഇരുളിലാക്കിയ ജീവിതം, കോപമൻ അധരങ്ങൾ മൂടി പരുഷമാക്കിയ മൊഴികളെ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നീ കളിയാൻ സ്നേഹവാനേ ക്ഷമിക്കണേ. അന്യരിൽ ഞാൻ നന്മ കാണാൻ തുറന്ന മനസ്സെനിക്കേകുക, എന്നിലെ ഉള്ളായ്മ കാണാൻ ആത്മദർശനമേകുക. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നീ കളിയാൻ സ്നേഹവാനേ ക്ഷമിക്കണേ. താഴ്മയും സൗമ്യതയുമെന്നിൽ അനുദിനം വളർന്നിടുവാൻ, താവകാത്മാവന്റെ ഉള്ളിൽ വാണിടേണം നിത്യമായി. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നീ കളിയാൻ സ്നേഹവാനേ ക്ഷമിക്കണേ. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടണമേ ദൈവമേ, അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നീ കളിയാൻ സ്നേഹവാനേ ക്ഷമിക്കണേ. പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കും. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ കൂടി വരുവാൻ, പാടുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ ആവശ്യങ്ങളെ തിരുസന്നിധിയിൽ പകരുവാനും, കർത്താവെ വചനം വായിച്ച് കേൾക്കുവാനും വചനം കേട്ട് ബലപ്പെടുവാനും തക്കവണ്ണം കുറച്ച് നിമിഷങ്ങളെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ സഭയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവമേ,
അവിടെയുള്ള ഓരോ മക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ ഒരുമിച്ചുള്ള ഞങ്ങളുടെ ധ്യാനങ്ങൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ കൃത്യമായി അതിനെയൊക്കെ മനസ്സിലാക്കി എങ്ങനെ അതിനെയൊക്കെ ജയിക്കാമെന്നും സന്തോഷകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എപ്രകാരം സാധ്യമാകുമെന്നും ഞങ്ങളെ മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം വഹിക്കുന്ന അച്ഛനായിട്ട് കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മക്കൾ ചെയ്യുന്ന ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം, മാനിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ. കടന്നു ഓരോ മക്കളെ ഒരുപോലെ അനുഗ്രഹിക്കണം. അല്പസമയം അവിടുത്തെ വചനവുമായി ഞങ്ങൾ ഇരിക്കട്ടെ കർത്താവേ. സഹായിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. ക്രിസ്തുയേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു സന്ധ്യയിൽ കൂടെ കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായി പണ്ടക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ ബിഷപ്സ് കോളേജിൽ പഠിച്ചിരുന്ന എന്റെ ചില സഹോദരങ്ങളും പ്രസംഗം കേൾക്കാനുണ്ടായിരുന്നു എന്ന് പിന്നീട് അറിയാൻ സാധിച്ചു. അച്ഛനുമായി ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്ന 2 വർഷക്കാലം, അന്നുണ്ടായിരുന്ന കൂട്ടായ്മ, അന്നുണ്ടായിരുന്ന സ്നേഹമൊക്കെയും ഇങ്ങനെയും തുടർന്നു പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ സ്നേഹബന്ധം ഇങ്ങനെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ 2ാമത്തെ രാത്രിയിൽ പ്രിയപ്പെട്ട നിങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം അടിയനെയും സഹായിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച അല്ലെങ്കിൽ കേട്ട് അവസാനിപ്പിച്ച ഒരു ഭാഗം എന്ന് പറയുന്നത് സമർപ്പണത്തിന്റെ അവസ്ഥകൾ, സമർപ്പണം നമ്മുടെ ജീവിതങ്ങളിൽ തുടർന്നു പോകണം എന്നുള്ളതാണ്. സമർപ്പണത്തിലായ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ ക്രമങ്ങളെയും ജീവിതത്തിന്റെ തീരുമാനങ്ങളെയും സമർപ്പിച്ച നമ്മൾ വ്യത്യസ്തമാകുന്ന വെല്ലുവിളികളും സാഹചര്യങ്ങളും വരുമ്പോൾ ആ സമർപ്പണത്തിൽ പിന്തുടർന്നു പോകുമ്പോൾ സമർപ്പണം നമ്മിൽ ഏൽപ്പിച്ച, സമർപ്പണം നമുക്ക് തന്നിരിക്കുന്ന നന്മകൾ, നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നമ്മുടെ തലമുറകളിലേക്കും വലിയ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞ ലോകത്തിലേക്ക് ജീവിക്കുന്ന നമ്മുടെ വരും തലമുറകളെയും അത് പിന്തുടരും എന്നുള്ളതാണ് ഇന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം എന്ന് പറയുന്നത് 1 ശമൂവേൽ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഈ ഒരു ഭാഗം തുടങ്ങുന്നത് അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് ഹന്ന പറഞ്ഞത് എന്തെന്നാൽ എന്നുള്ളതാണ്. ഇതൊക്കെയും ഹന്നയുടെ വായിൽ നിന്നും സന്തോഷത്തോടുകൂടി, സ്തുതിയോടുകൂടി, സ്വത്വത്തോടുകൂടി കടന്നു വന്ന അനുഗ്രഹത്തിന്റെ വചനങ്ങളാണ്. കർത്താവ് അച്ഛൻ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചതുപോലെ ദൈവം നടത്തിയ വിധങ്ങൾ, അനുഭവത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹമൊക്കെയാണ് ഈ ഹന്ന ഈ പാട്ടിലൂടെ പറഞ്ഞ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക്, അങ്ങനെ പറയുവാൻ തക്കവണ്ണം, വാ തുറന്ന് പ്രസ്താവിക്കാൻ തക്കവണ്ണം അനുഗ്രഹങ്ങളെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഹന്നയുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പായിട്ട് ഹന്നയ്ക്കുണ്ടായിരുന്ന ചില അവസ്ഥകൾ ഉണ്ടായിരുന്നു. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുകയാണ്, ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ശബ്ദം കേൾപ്പിച്ച് തന്റെ ആവശ്യങ്ങളെ പറയുവാനും ശബ്ദമുയർത്തി തന്റെ കാര്യങ്ങളെ ദൈവത്തിന്റെ മുന്നിലോ മറ്റുള്ളവരുടെ മുമ്പിലോ അവതരിപ്പിക്കാൻ കഴിയാതെ വണ്ണം ശബ്ദമടഞ്ഞു പോയിരുന്ന ഒരുവളുടെ ശബ്ദത്തോടു കൂടിയുള്ള പ്രഖ്യാപനങ്ങളാണ്, വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്, ജയത്തിന്റെ ഗീതമാണ് ഈ ഒരു ഭാഗത്തിൽ പറയാനിടയായത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹന്നയ്ക്ക് ഒരു നിശബ്ദതയുടെ കാലഘട്ടം ഉണ്ടായിരുന്നിട്ടും, തുറന്നു പറയാൻ കഴിയാതെ വണ്ണം വായും ഹൃദയമൊക്കെ അടഞ്ഞു പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിട്ടും ശക്തമായിട്ട് തന്റെ വിശ്വാസങ്ങളെയും ദൈവം നടത്തിയ വഴികളെയും പ്രസ്താവിപ്പാൻ തക്കവണ്ണം വാ തുറന്ന് സംസാരിപ്പാനുള്ള, നമ്മളെ പ്രാർത്ഥനയിലൊക്കെ പറയുന്നത് കർത്താവേ ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. അധരങ്ങൾ അടങ്ങിയിരിക്കുന്ന, അധരങ്ങൾക്ക് ഒരു തുറവി നൽകുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് ഹന്ന എത്തിയതിന്റെ പിന്നിൽ ഒരു ഹന്നയുടെ ഒരു സമർപ്പണത്തിന്റെ ഭാഗമുണ്ട്. ആ സമർപ്പണം എന്ന് പറയുന്നത് ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. ശമൂവേലിന്റെ പുസ്തകം 1-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, അതിന്റെ അവസാന ഭാഗം ഇപ്രകാരം പറയുകയാണ്. 1 ശമൂവേൽ 1-ാം അധ്യായം 15-ന്റെ അവസാന വാക്യം, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. എന്താണ് ഈ പകരുക എന്ന് പറഞ്ഞ വാക്കിന്റെ ആഴം എന്താണെന്നറിയാമോ? ഒന്നുപോലും അവശേഷിപ്പിക്കാതെ കഷ്ടത കൊണ്ടും പ്രയാസം കൊണ്ടും മനോവ്യസനം കൊണ്ടും ആകുലതകൾ കൊണ്ടും നിറഞ്ഞിരുന്ന ഹൃദയത്തിലെ ആ ആകുലതകളും പ്രയാസങ്ങളും അല്പം പോലും അവിടെ വെക്കാതെ മുഴുവനായിട്ട് ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് മാറ്റി കൊടുക്കുക, ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്തും ഒഴിക്കാൻ ബാക്കി വെക്കാതെ, മറ്റൊരിടത്തും കൊടുക്കുവാൻ ബാക്കി വെക്കാതെ, ഉള്ളിലുള്ളതിനെ അതേപോലെ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക്, ദൈവത്തിന്റെ മനസ്സിലേക്ക്, ദൈവത്തിന്റെ ചിന്താമണ്ഡലങ്ങളിലേക്ക് പകർന്നു മാറ്റി കൊടുക്കുന്ന ഹൃദയം
സ്വതന്ത്രമായി വെക്കുന്ന എല്ലാ ഭാരങ്ങളെയും ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ആ മഹത്തായ ശക്തമേറിയ ആത്മീക ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത്. ഹന്ന പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ പകർന്നു കൊടുക്കുകയാണ്. ഉള്ളതിനെ ഉള്ളതുപോലെ ഇതിലുള്ളതൊക്കെയും പകയോ പ്രയാസമോ പ്രതികൂലമോ വേദനകളോ അസൂയോ എന്താണെങ്കിലും എല്ലാത്തിനെയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പകർന്നു കൊടുക്കുക. എല്ലാത്തിനെയും ശുദ്ധീകരിച്ച് ആവശ്യമുള്ളത് നിലനിർത്തി ആവശ്യമില്ലാത്തതിനെ മാറ്റി നമുക്ക് നൽകുന്ന ക്രിസ്തുവിന്റെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റി കൊടുക്കുന്ന പ്രക്രിയയാണ് സമർപ്പണത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്രമാത്രം ക്ലിയറായ, അത്രമാത്രം പരിശുദ്ധമായ, അത്രമാത്രം ഗൗരവമേറിയ സമർപ്പണത്തിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് ഹന്ന എത്തി. ആ എത്തിയതിന്റെ പിന്നിൽ ഒരു സാഹചര്യമുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ പറയാം. എന്നാൽ അങ്ങനെ അത്രമാത്രം ഗൗരവമായ രീതിയിൽ, അത്രമാത്രം ക്ലിയർ ആയിട്ട്, അത്രമാത്രം പരിപൂർണമായിട്ട് അതിന്റെ എല്ലാവിധമാകുന്ന ഫുൾനെസ്സിലും ആ ഒരു ഹൃദയം പകർന്ന് കൊടുത്തതിന്റെ ഫലം എന്തായിരുന്നു എന്ന് ആദ്യം നമുക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയം എന്ന് പറയുന്ന മധ്യകാല മഹാഡയുടെ സമർപ്പണത്തിന്റെ വർഷമാണ്. അതില് ശമൂവേൽ പുരാന്റെ പുസ്തകം 1 ശമൂവേൽ 3 അധ്യായത്തിലെ വേദഭാഗങ്ങളൊക്കെയാണ് കുറിവാക്യമായിട്ട് കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്കറിയാം. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ശമൂവേലിന്റെ സമർപ്പണമാണ് ഈ കാലഘട്ടങ്ങളിൽ അധികമായും എല്ലാവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ശമൂവേൽ എത്രമാത്രം മനോഹരമായിട്ട് ദൈവത്തിന് തന്റെ ജീവിതങ്ങളെ സമർപ്പിച്ചു, ആ സമർപ്പണത്തിന്റെ ആഴം. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹന്നയുടെ ആ ഒരു സമർപ്പണം, ഹന്നയുടെ ഹൃദയം പകരുന്ന അനുഭവത്തിലുള്ള സമർപ്പണം ഇവിടെ എപ്രകാരമാണ് ശമൂവേൽ ബാലന് ബലമായത്, ശമൂവേലിനെ സമർപ്പണത്തിന്റെ അങ്ങേയറ്റത്തെ ആളാക്കി മാറ്റിയത് എങ്ങനെയാണെന്ന് പറയുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ശമൂവേലിന്റെ 1 ശമൂവേൽ 3 അധ്യായത്തിന്റെ 20 വാക്യത്തിലൊക്കെ പറയുന്നുണ്ട്, ദാൻ മുതൽ ബേർശേബ വരെ ഉള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. അത്രമാത്രം ഒരു നല്ല അളവിലേക്ക്, നല്ല പേരിലേക്ക് ഈ ശമൂവേൽ എത്തപ്പെട്ട സാഹചര്യം എന്തായിരുന്നു? ആ സാഹചര്യത്തിന് നടുവിൽ ബലം പ്രാപിച്ച് ഇത്ര വിശ്വസ്തനായ ഒരു പ്രവാചകനായി മാറുവാൻ തക്കവണ്ണം എങ്ങനെയാണ് ഹന്നയുടെ സമർപ്പണം സഹായിച്ചത് എന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ശമൂവേൽ പുരാന്റെ പുസ്തകം 1 ശമൂവേൽ 3 അധ്യായത്തിന്റെ 1 വാക്യം വായിക്കുമ്പോൾ ശമൂവേൽ രൂപപ്പെട്ടു വന്ന വഴികളുടെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. മുലകുടി മാറിയ സമയത്തൊക്കെ കൊണ്ട് ആലയത്തിൽ ചേർത്താണെന്നൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. എന്നാൽ ആ ദേശത്തുള്ള ചില പ്രത്യേകമാകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലാതായിരുന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലാതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഈ ഒരു ദർശനം ഇല്ലാതെ പോകുന്ന കാലഘട്ടത്തിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഭീകരതകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? സദൃശവാക്യങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ നാം പഠിക്കുന്നുണ്ട്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 29 അധ്യായം അതിന്റെ 18 വാക്യത്തിൽ പറയുകയാണ്, വെളിപ്പാട് ഇല്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു, എന്നാൽ ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. വെളിപാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു, ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. കാഴ്ചപ്പാടുകൾ, ക്രിസ്തുവിന്റെ ദർശനങ്ങൾ, ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെതാകുന്ന മൂല്യങ്ങൾ, ക്രിസ്തുവിൻ്റെതാകുന്ന മോറൽസ്, ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനം മര്യാദ വിട്ട് നടക്കുന്നു. അങ്ങനെ ദർശനമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ശമൂവേൽ പ്രവാചകന്റെ ജീവിതം രൂപപ്പെടുന്നത്. ഞാൻ പറയട്ടെ, ഈ ദർശനമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച്, ദൈവിക ദർശനങ്ങൾ ഇല്ലാത്ത, ദൈവിക ദർശനങ്ങൾക്ക് യാതൊരു വിധമാകുന്ന സാധ്യതകളും ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു. അത് എത്രമാത്രം ഭീകരമാണെന്ന് ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷം വയനാട്ട് ഒരു ദുരിതമുണ്ടായി. വയനാട്ടിലെ ചുറ്റുമലയിലെ വലിയ ഭൂകമ്പത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മണ്ണിടിച്ചിലുമൊക്കെ ഒരുപാട് പേർക്ക് അവർ ഉച്ചവരെയും ഒടിയവരെയും നഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട വേദനയിൽ അവരെ കാണാതെ കൊടുങ്കാട്ടുകളിലേക്ക് ഓടി അഭയം പ്രാപിച്ചു. ഒരാന അങ്ങനെ ഓടിയ കുടുംബത്തിന് അഭയം കൊടുത്തതായിട്ടൊക്കെ അവിടെ പറയുന്നുണ്ട്. അത്രമാത്രം സങ്കീർണമാകുന്ന പ്രയാസങ്ങളുടെ നടുവിൽ മനുഷ്യൻ പലായനം ചെയ്യുകയാണ്, മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യൻ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് ജനങ്ങൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാൻ വേണ്ടി തയ്യാറായി. എന്നാൽ അവിടെ ഒരു പ്രായം കുറഞ്ഞ അമ്മ, ഒരു ചെറുപ്പക്കാരിയായ അമ്മ, അവൾ ഒരു സഹായം ഓഫർ ചെയ്തു. എന്താണെന്നറിയാമോ? മുലകുടി മാറാത്ത ഏതെങ്കിലും കുഞ്ഞുങ്ങൾ, അവർക്ക് അവരുടെ അപ്പനെയും അമ്മയും അമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ഞാൻ നൽകാമെന്ന് ഒരു അമ്മ
മഹത്തരമായ ഒരു സഹായം, ഒരു ദർശനം കാഴ്ചവെച്ചു. ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ. പക്ഷേ ആ വാർത്തകളുടെ താഴെ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് കമന്റുകൾ അതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയാൻ പറ്റുന്നതല്ലെങ്കിലും അതിനോട് മലയാളി പ്രതികരിച്ച, ജനം പ്രതികരിച്ച ഒന്ന് രണ്ട് വാക്കുകൾ, ഒന്ന് രണ്ട് വർത്തമാന ശകലങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യൻ ഇത്രമാത്രം നികൃഷ്ടമായ രീതിയിൽ മനുഷ്യന് ഏറ്റവും അഗ്നിയസ്റ്റ് ആയിട്ട് മാറാൻ പറ്റുമെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തു ധർമ്മത്തിനും യാതൊരു ധർമ്മത്തിനും ഒരു സ്ഥാനവുമില്ലാത്ത കാലഘട്ടങ്ങളാണ് ജീവിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം വളരെ തെറി പറയുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്, മോശപ്പെട്ട കമന്റുകൾ പറയുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സാഹചര്യത്തിലും ഇത്രമാത്രം ജനം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത്രമാത്രം വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കാൻ തക്കവണ്ണം മനുഷ്യൻ അവന്റെ മനസ്സ് പാപത്തിനും പാപബോധത്തിനും അടിമപ്പെട്ടു പോയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊക്കെയാണ് ഈ അടുത്ത കാലങ്ങളിൽ വന്നുപോയ ചില വാർത്തകൾ? 8 വയസ്സുള്ള കുട്ടിയെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊന്നു. ഒരു പോലീസുകാരനെ +2 വിദ്യാർത്ഥി വഴിയിലിട്ട് തല്ലുന്നു. അധ്യാപകനെ കൊല്ലുമെന്ന് ഒരു വിദ്യാർത്ഥി ഒരു വീഡിയോയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ആക്രോശിക്കുന്നു. അമ്മയെ ഒരു മകൻ കൊന്നിട്ട് ചിരിച്ചുകൊണ്ട് അവൻ മാധ്യമങ്ങളോട് പറയുകയാണ്, എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഈ അമ്മയെ കൊന്നതെന്ന് പറയുക. ഞാൻ ചോദിക്കട്ടെ, സ്വപ്നം കാണാൻ കഴിയാത്ത വൃത്തികേടുകളും മ്ലേച്ഛതകളും നമ്മുടെ കൺമുന്നിലേക്ക് വരാൻ പോകുന്ന സാഹചര്യങ്ങളോടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പൗലോസിന്റെ മാനസാന്തരത്തെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പൗലോസിനെ കുറിച്ച് ആദ്യം പറഞ്ഞൊരു ഒരു വീക്ഷണമുണ്ട്. അവിടെ ഇപ്രകാരം പറയാണ്, അക്രമവും കൊലപാതകവും നിശ്വസിച്ചുകൊണ്ടിരുന്ന എന്നാ പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷൊക്കെ വായിക്കുമ്പോൾ മീൻവൈൽ സൗൾ സ്റ്റിൽ ബ്രീത്തിങ് മർഡർ എന്നാ പറയുന്നത്. കൊലപാതകത്തെയും അതുപോലെ തന്നെ ആക്രമണത്തെയും ജീവശാസ്ത്രത്തോട് തുല്യമായി കണ്ടിരിക്കുന്ന, അതൊക്കെയാണ് അവന്റെ ജീവശാസ്ത്രം എന്നാ പറയുന്നത്. അപ്പൊ അപ്രകാരം തിന്മകളും മ്ലേച്ഛതകളും മനുഷ്യന്റെ ജീവശാസ്ത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യനെ നയിക്കുന്ന സത്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന വൃത്തികേടിന്റെ വല്ലാത്തൊരു കാലഘട്ടമാണ് ദർശനമില്ലാത്ത കാലഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇവിടെ ശമൂവേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അവിടെ രൂപപ്പെടുകയാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, പ്രിയപ്പെട്ട മാതാപിതാക്കളോടും എല്ലാവരോടും പറയാനുള്ള കാര്യം ഇതാണ്. നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത, ദൈവിക ദർശനങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത, ക്രിസ്തു മൂല്യങ്ങൾക്ക് ഒരു തരിമ്പ് പോലും സ്ഥാനമില്ലാത്ത കാലഘട്ടങ്ങളും മ്ലേച്ഛത കൊടികുത്തുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടങ്ങളിലേക്കുമാണ് നമ്മുടെ തലമുറകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ കുറ്റമല്ല. ദർശനമില്ല, കണ്ടുപിടിക്കാൻ മാർഗമില്ല, കണ്ടുപിടിക്കാൻ അനുകരിക്കുവാൻ ഒരു നല്ല മാർഗമില്ല. തിന്മ ആഘോഷിക്കപ്പെടുന്ന, വയലൻസ് ആഘോഷിക്കപ്പെടുന്ന, അക്രമം ആഘോഷിക്കപ്പെടുന്ന, അക്രമം ജീവിതചര്യയായിട്ട് മാറിപ്പെട്ടുകൊണ്ടിരിക്കുന്ന. ഇന്ന് തന്നെ ഇവിടെ യൂണിയൻ കൺവെൻഷന് ഒരു അച്ഛൻ പ്രസംഗിച്ച ഭാഗം ഇപ്രകാരമാണ്: ഉണ്ണിമുഖന്ദർ എന്ന് പറഞ്ഞ നടൻ എത്രയെത്രയോ സിനിമകൾ അഭിനയിച്ചു, എന്നാൽ മലയാളിക്ക് കൈയടിക്കുവാൻ ചോര ചീന്തേണ്ടുന്ന സിനിമകൾ ഇറക്കേണ്ടതായിട്ട് വന്നു. അത്ര ചോരക്കളി ആവശ്യമായിട്ട് വന്നു. ഞാൻ പറയട്ടെ, ഇതൊക്കെയും മനുഷ്യന്റെ നിത്യജീവിതത്തിന്റെ ഭാഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ദർശനമില്ലാത്ത കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ശമൂവേൽ പ്രവാചകന്റെ വിശ്വസ്തനായ, ഇത് നമ്മൾ വായിച്ചു കേട്ട പ്രോവർബ്സിനകത്തെ സദൃശവാക്യങ്ങളുടെ വാക്യം പോലെ, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഈ മ്ലേച്ഛതകളുടെ നടുവിൽ ന്യായപ്രമാണത്തെ കാത്തുകൊള്ളുവാൻ തക്കവണ്ണം വിശ്വസ്ത പ്രവാചകനായിട്ട് ശമൂവേലിനെ മാറ്റിയതിന്റെ പിന്നിലെ ശക്തമായ കാരണമാണ് ഹന്നയുടെ ഹൃദയം പകരുന്ന ആ ഒരു സമർപ്പണം എന്ന് പറയുന്നത്. പരിപൂർണമായിട്ട് അവൻ മറ്റൊന്നിന്റെ മുന്നിൽ പോകാതെ തന്റെ തലമുറയ്ക്ക് വേണ്ടി, തലമുറകളെ കുറിച്ചുള്ള വേദന യേശുക്രിസ്തുവിന്റെ, ദൈവത്തിന്റെ മാത്രം ഹൃദയങ്ങളിലേക്ക് മറ്റൊരു സ്ഥലത്തേക്കും വിട്ടുകൊടുക്കാതെ പകർന്നു കൊടുത്തതിന്റെ ഫലമാണ് മ്ലേച്ഛതകളുടെ കൂമ്പാരങ്ങളുടെ നടുവിൽ വിശ്വസ്ത പ്രവാചകനായിട്ട് ഈ ശമൂവേൽ ബാലൻ നിൽക്കുവാൻ. സമർപ്പണത്തിന്റെ ശക്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആത്മാർത്ഥമായ സമർപ്പണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തലമുറകളെ സകലവിധമാകുന്ന മലിനതകളുടെയും സകലവിധമാകുന്ന മ്ലേച്ഛതകളുടെയും നടുവിൽ ന്യായപ്രമാണത്തെ കാത്തു സൂക്ഷിക്കുന്ന മക്കളാക്കി ജീവിപ്പാൻ തക്കവണ്ണം നമ്മൾ ഏറ്റെടുക്കുന്ന സമർപ്പണത്തിന് ശക്തിയുണ്ട്. ആ സമർപ്പണത്തിന് അത്രമേൽ ദൈവികമായ അനുഗ്രഹമുണ്ടെന്നാണ് പറയാൻ സാധിച്ചത്. അതുകൊണ്ട് സമർപ്പണം എന്ന് പറയുന്നത് ഒരു ചെറിയ വാക്കല്ല. സമർപ്പണം എന്ന് പറയുന്നത് ഏതൊക്കെയോ ഒരു പ്രത്യേക മീറ്റിങ്ങുകളിലോ പ്രാർത്ഥനകളിലോ ഏൽപ്പിച്ചു കൊടുക്കുന്ന 5 മിനിറ്റുള്ള അധരങ്ങളുടെയോ അല്ലെങ്കിൽ വാക്കുകളുടെയോ അഭ്യാസമല്ല എന്ന് പറയുന്നത്. ജീവിതത്തെ ഉടനീളം നിശ്ചയിക്കുന്ന, ജീവിതത്തിന്റെ തലമുറകളുടെ ഭാവി നിശ്ചയിക്കുന്ന, തലമുറകളുടെ അനുഗ്രഹം നിശ്ചയിക്കുന്ന, തലമുറകളുടെ നിലനിൽപ്പിനെ അളക്കുന്ന അളവുകോലായിട്ട് സമർപ്പണം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹന്നയുടെ അത്രമാത്രം മനോഹരമായ സമർപ്പണം മ്ലേച്ഛതകളുടെ നടുവിൽ വിശ്വസ്ത പ്രവാചകനായി ഈ ശമൂവേലിനെ ഒരുക്കി. അതുകൊണ്ട് ഞാൻ കേൾക്കുന്ന മാതാപിതാക്കളോടും മുതിർന്നോടും പറയട്ടെ, നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത മ്ലേച്ഛതകളുടെ ലോകത്തേക്ക് നാം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക. അവിടെ നമ്മുടെ തലമുറകൾ വിശ്വസ്തരായി ദൈവത്തോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും
ഒക്കെ വിശ്വസ്തയോടെ നിൽക്കുവാൻ, ജീവിതത്തിന്റെ ഓരോ ഇഞ്ചിലും ഓരോ കണികയിലും ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ യാത്രയിലും ഓരോ ആഘോഷങ്ങളിലും വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്ന വളർത്തിവിട്ട മാതാപിതാക്കളോടും കേട്ട വചനത്തോടും അനുഗ്രഹിച്ച ദൈവത്തോടും ഇത്രയുമാക്കിയ സകല കാര്യങ്ങളോടും കൂടെ വിശ്വസ്തത കാണിച്ചു നിൽക്കുവാൻ തക്കവണ്ണം അവരെ ബലപ്പെടുത്തുന്നത് സമർപ്പണത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഞാൻ പറയട്ടെ, സമർപ്പണം നമ്മുടെ തലമുറകളെ പിന്തുടരും. സമർപ്പണം തലമുറകളെ അനുഗ്രഹിക്കും. തെറ്റിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ജീവിതത്തെ കാക്കുവാൻ അവരെ ബലപ്പെടുത്തുമെന്നാണ് ഒന്നാമത് പറയാൻ സാധിക്കുന്നത്. എന്നാൽ ഹന്ന ഇപ്രകാരം ഒരു സമർപ്പണത്തിലേക്ക് കടന്നു വന്നതിന്റെ മേൽ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അത് ഓരോന്നും ഒന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ ലേവി കുടുംബമാണ് ഇവിടെ എന്ന് പറയുന്നത്. ലേവി കുടുംബം, ഞാനത് അന്വേഷിച്ചതിലും വായിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കി ലേവി കുടുംബമാണ്. ലേവി കുടുംബം എന്ന് പറയുന്നത് അതൊരു പുരോഹിത ഗ്രഹമാണ്. അവിടെ നിന്നൊരു പുരോഹിതൻ അല്ലെങ്കിൽ പ്രവാചകൻ കടന്നു വരുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ ഇവിടെ ശമൂവേലിന്റെ ഒന്ന് ശമൂവേൽ 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലൊക്കെ പറയുന്നുണ്ട്, അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. യഹോവയ്ക്ക് കൊടുക്കുവാൻ ഒരു മടിയുമില്ല. സാഹചര്യങ്ങൾ അതിന് തടസ്സമല്ല. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കണമെന്ന് വിചാരിച്ചിട്ടും മക്കളെ അയക്കാൻ കഴിയാത്ത, ഇറങ്ങി പുറപ്പെടാൻ കഴിയാത്ത അനേകരുടെ ജീവിതങ്ങൾ ഓർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെ യാതൊരു വിധമായ അങ്ങനത്തെ തടസ്സങ്ങളൊന്നുമില്ല. തടസ്സം എന്താണെന്നറിയാമോ? കൊടുക്കാൻ ഒരു മകനില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഹന്നയ്ക്ക് സാഹചര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടില്ല. സ്നേഹനിധിയായ ഒരു ഭർത്താവ്, ഇതുപോലൊരു കുടുംബം, അങ്ങനെ പല രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച 1-2 കാര്യങ്ങൾ പറയട്ടെ. നമുക്കറിയാം 2019-20 കാലഘട്ടങ്ങളിലൊക്കെ കോവിഡിന്റെ സമയം വന്നു. അങ്ങനെ പല പ്രാവശ്യവും കോവിഡ് ഞങ്ങളുടെ പ്രദേശങ്ങളിൽ കടന്നു പോയിട്ടും എനിക്കൊന്നും വരാതിരുന്നു. എന്നാൽ ഒരിക്കൽ വന്നു കോവിഡ്. അതിന്റെ ഏറ്റവും ശക്തമായ ഒരു ഫേസിൽ നിൽക്കുമ്പോൾ എനിക്ക് വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഉള്ള സാഹചര്യങ്ങൾ ഉപകാരപ്പെടാതെ വരുന്ന ചില സമയങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ വരുമെന്നാണ് പറഞ്ഞത്. അന്ന് കോവിഡിന്റെ സമയത്ത് തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ്. കോവിഡ് പിടിച്ച് അമ്മ കോവിഡ് സെന്ററിൽ കിടക്കുന്നു. ഞാനും അപ്പനും സഹോദരിയും വീട്ടിൽ 3 മുറികളിലായിട്ട് കഴിയുന്നു. അങ്ങനെ പെരയ്ക്കകത്ത് മുട്ടറ്റം വെള്ളം കയറി നിൽക്കുന്നു. അലമാരിയും കട്ടിലും എല്ലാം കല്ലിട്ട് പൊക്കി വെച്ച് ഞങ്ങളോട് ഇരിക്കുക. അടുപ്പൊക്കെ അങ്ങനെ വെച്ചിരിക്കുക. അന്ന് ഞങ്ങളുടെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് അയലോക്കത്തുള്ള ഒരുപാട് പേര്, ഞാൻ കടയിൽ പോയി സാധനം ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല, പച്ചക്കറികളും അതുപോലെ തന്നെയുള്ള പാല്, ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയും കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിന്റെ ചുറ്റും അതൊക്കെയും വെച്ചു. പക്ഷേ സാഹചര്യം എന്ന് പറയുന്നത്, ഇതൊന്നും എടുത്ത് പാകം ചെയ്ത് കഴിക്കാനുള്ള ആരോഗ്യം ആർക്കും ഇല്ല. പെങ്ങള് എങ്ങനെയോ കഷ്ടപ്പെട്ട് കുറച്ച് വെള്ളം ചൂടാക്കി അവിടെ വെക്കും. ഞാൻ അന്ന് 3 ദിവസം കഴിച്ചത് 2-3 നെല്ലിക്ക, കുറച്ച് ചൂടുവെള്ളം. അങ്ങനെ അത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല. അതുപോലെ ചുമച്ച് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, വീടിന് ചുറ്റും ഭക്ഷണ സാധനങ്ങൾ എല്ലാം ഉണ്ട്. ഒരെണ്ണം പോലെ എടുത്ത് പാകം ചെയ്ത് കഴിക്കാനുള്ള, കടിച്ചിറക്കാനുള്ള ശേഷി ഞങ്ങൾക്ക് 3 പേർക്കുമില്ല. ആർക്കും അത് സഹായിക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഇപ്രകാരം നമുക്കുള്ള സാഹചര്യങ്ങൾ ഉപകാരപ്പെടാതെ പോകുന്ന ചില അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എന്നാൽ മറ്റൊരു സാഹചര്യം ഇങ്ങനെ വന്നപ്പോൾ അതിന്റെ നടുവിൽ ദൈവം വഴി തുറന്നതിനെ കുറിച്ച് ഞാൻ സാക്ഷ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കേൾക്കേണ്ട വളരെ അത്യാവശ്യമാണ്. ഞാൻ കോട്ടയം CMS കോളേജിലാണ് 3 വർഷം ഡിഗ്രി പഠിച്ചത്. പഠിച്ച സമയത്ത് അത്ര വലിയ നല്ല വിദ്യാർത്ഥിയൊന്നുമല്ല. എല്ലാ ക്ലാസ്സിലും കയറത്തില്ല, ഇഷ്ടമുള്ള ക്ലാസ്സിലൊക്കെ കയറും. അങ്ങനെയൊക്കെ കുറച്ച് നാൾ ഫൈനൊക്കെ അടച്ചു, അറ്റൻഡൻസ് ഇല്ലാതൊക്കെ നടന്നു, സന്തോഷകരമായിട്ട് നടന്നു. ഫൈനൽ ഇയർ റിസൾട്ട് വരികയാണ്. റിസൾട്ട് വരുമ്പോൾ അന്ന് ഞങ്ങൾക്ക് സെമസ്റ്റർ സംവിധാനമാണ്, ഗ്രേഡ് സിസ്റ്റം ആണ്. ഗ്രേഡ് സിസ്റ്റം വരുമ്പോൾ അതിന്റെ പ്രത്യേകത ഇതാണ്, C മുതൽ കിട്ടുന്നവർ ജയിക്കും, C ഗ്രേഡ് മുതൽ കിട്ടുന്നവർ ജയിക്കും. പക്ഷേ ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ C+ മേലേക്ക് വേണം എന്നാണ് നിയമം. C കിട്ടിയാൽ ജയിക്കും, പക്ഷേ C+ വേണം ഹയർ സ്റ്റഡീസിന് പോകാൻ. എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റില്ല, എനിക്ക് C ഗ്രേഡ് കിട്ടി. പക്ഷെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അന്നത്തെ നിയമം അനുസരിച്ച് ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ തുടർന്ന് പോകുന്ന C+ ഗ്രേഡ് വേണം. അന്ന് രാത്രി ഞാൻ മനസ്സിലാക്കി, ജയിച്ചോ എന്ന് ചോദിച്ചാൽ ജയിച്ചു, എന്നാൽ ജയിച്ചില്ല എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ നടക്കുന്ന സാഹചര്യം. എന്റെ 3 വർഷത്തെ എന്റെ കൂട്ടുകാർക്ക് എന്നെ സഹായിക്കാൻ പറ്റത്തില്ല. യൂണിവേഴ്സിറ്റി നിയമം എനിക്കെതിരാകുന്നു. അങ്ങനെ മറ്റു പല കാര്യങ്ങളും എന്റെ മാർക്ക് കുറവ് എനിക്കെതിരാ, ഇതെല്ലാം എതിരാ. ഞാൻ അന്ന് മനസ്സിലാക്കി, എന്നെ സഹായിക്കുവാൻ ഈ ലോകത്ത് ഒന്നിനും ഇപ്പൊ സാധ്യമാവുകയില്ല. വീട്ടുകാരൊക്കെ സന്തോഷിച്ചു, മകൻ ഡിഗ്രി പാസ്സായി, പക്ഷെ പ്രയോജനമില്ല. 3 കൊല്ലം മാതാപിതാക്കളെ പറ്റിച്ചു എന്നുള്ള ഭാരം എന്റെ മനസ്സിൽ ഇരിക്കുക. ഞാൻ പറയട്ടെ, അന്ന് രാത്രി ഞാൻ വചനം കേൾക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വഴിമുട്ടിക്കുന്ന സാഹചര്യത്തിലും സഹായിക്കാൻ യേശുവിന് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. അന്ന് രാത്രി ഒരു വചനം കേട്ടു. വചനം ഇപ്രകാരമായിരുന്നു, ആഗ്രഹത്തിന്റെ പുറത്ത് കടലിന്റെ മേളിൽ കൂടെ നടന്നു വരാൻ ശിഷ്യൻ ആഗ്രഹിച്ചു. യേശു കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നടന്നു വരുന്ന വഴിയിൽ അവൻ സംശയിച്ചു, അവൻ മുങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഈ പ്രസംഗം പറഞ്ഞ ദേവദാസൻ ആ പ്രസംഗത്തോട് ചേർത്ത് പറയുകയാണ്,
തിരമാലകൾ എന്ന് പറയുന്ന നമ്മുടെ പ്രശ്നങ്ങളാണ്. ഈ കടലിന്റെ ആഴിയൊക്കെ നമ്മുടെ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളെ നോക്കി നിന്നാൽ മുങ്ങിപ്പോകും. എന്നാൽ പ്രശ്നത്തിന്റെ മേളിൽ നിൽക്കുന്ന ദൈവത്തെ നോക്കി മുമ്പോട്ട് കടന്നു വന്നാൽ ദൈവം നിന്റെ പ്രശ്നങ്ങളെ മാറ്റിത്തരുമെന്നൊരു വാക്യം പറഞ്ഞു. എനിക്കത് ഹൃദയത്തിൽ കൊണ്ടു. ഞാൻ കടന്നുറങ്ങി. നേരം വെളുക്കുമ്പോൾ എൻ്റെ ഒരു സഹോദരനെ വിളിക്കുകയാണ്. അവനൊരു ഹിന്ദുവാണ്. അവൻ വിളിച്ചത് ഇങ്ങനെയാണ്, ഹലോ പോലും പറഞ്ഞതിന് മുമ്പ്, ബിനീഷേ നീ ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവനാണെന്ന് പറഞ്ഞു. ഞാൻ വെച്ച കാര്യം എന്താ, പത്രം എടുത്തിട്ട് വിദ്യാഭ്യാസത്തിന്റെ പേജ് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ പത്രം എടുത്ത് വിദ്യാഭ്യാസത്തിന്റെ പേജ് വായിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ നിയമം ഒറ്റ രാത്രി അവർ പെട്ടെന്നൊരു മീറ്റിംഗ് കൂടി മാറ്റിയതായിട്ട് വാർത്ത കാണാൻ സാധിച്ചു. സി മുതൽ ഗ്രേഡ് ഉള്ളവർക്ക് മുമ്പോട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആർക്കും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുന്ന ക്രിസ്തുവാകുന്നത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരണമെന്ന് പറയുന്നത്. ഇവിടെ ഹന്നയെ സംബന്ധിച്ചോളം ഹന്നയുടെ സാഹചര്യങ്ങളൊക്കെ ഏകദേശം അനുകൂലമായിരുന്നു. പക്ഷേ ഹന്നയ്ക്കൊരു മകനുണ്ടെന്നുള്ള വളരെ പ്രയാസമാണ്. വീണ്ടും വായിക്കുമ്പോൾ ഹന്നയ്ക്കുണ്ടായ മറ്റൊരു സാഹചര്യം, ഇതാണ് വളരെ പ്രധാനമായിട്ട് എന്നെ ഒരുപാട് സ്പർശിച്ചൊരു കാര്യം. ഇവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, അവര് ആണ്ടുതോറും യാഗം കഴിപ്പാൻ. ഹന്നയുടെ ഭർത്താവായ എൽക്കാനയ്ക്ക് മറ്റൊരു ഭാര്യയും ഉണ്ട്, പെന്നീന ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. 2 പേരാണ്. എൽക്കാനയുടെ കൂട്ടി 3 പേര്. അങ്ങനെ അവരിങ്ങനെ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും യാഗം കഴിപ്പാനും പോകും. ആണ്ടുതോറും ശീലോവിലേക്ക് പോകുക പതിവായിരുന്നു. ഏലിയുടെ 2 പുത്രന്മാരായി യഹോവയുടെ പുരോഹിതന്മാരായിരുന്ന ഹൊഫ്നിയും ഫീനാസും അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഭാഗം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അത്, എൽക്കാന യാഗം കഴിക്കുമ്പോഴൊക്കെയും തന്റെ ഭാര്യയായ പെന്നീനയ്ക്കും അവളുടെ സകല പുത്രന്മാർക്കും ഓഹരി കൊടുക്കും. എന്നാൽ ശേഷം ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. പക്ഷേ എന്നാൽ യഹോവയുടെ ഗർഭം അടച്ചിരുന്നാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിച്ചവണ്ണം അവളെ മുഷിപ്പിച്ചു. ഹന്നയെ എൽക്കാന എന്ന് പറയുന്ന തന്റെ ഭർത്താവ് പെന്നീനായ്ക്ക് കൊടുക്കുന്ന ഓഹരിയേക്കാൾ ഇരട്ടി കൊടുക്കും. കാരണം അറിയാം, മക്കളില്ലാത്ത സങ്കടം ഉള്ളത് കൊണ്ട് ഇരട്ടി കൊടുക്കും. അത്രമാത്രം സ്നേഹനിധിയായ ഒരു ഭർത്താവ് അവിടെ ഉണ്ട്. എന്നാൽ ആ ഭർത്താവിന്റെ സ്നേഹം അതിന്റെ അർത്ഥത്തിൽ അനുഭവിപ്പാൻ ഹന്നയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു എന്തുവരെ പറയുന്നത്, ഏറ്റവും നികൃഷ്ടമാകുന്ന, ഏറ്റവും ദാരുണമായ പശ്ചാത്തലം. സ്നേഹിക്കാൻ ആളുണ്ട്, സ്നേഹം നമ്മുടെ മുമ്പിലുണ്ട്, സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ വേണ്ട വിധത്തിൽ ആ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, ആ സ്നേഹത്തെ ആസ്വദിക്കുവാൻ, ആ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, ആ സ്നേഹത്തിന്റെ നന്മകൾ അനുഭവിക്കുവാൻ മനസ്സുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറ്റുന്ന ചില സാഹചര്യങ്ങളാണ്. അത് വളരെ ദാരുണം. അനുഭവിച്ചവർക്കറിയാം. സ്നേഹിക്കാൻ ആളുണ്ട്, മനസ്സിലാക്കാനുണ്ട്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള മനസ്സിൽ നമുക്കില്ല. അതിന്റെ പല കാരണങ്ങൾ ഒന്നെന്താണെന്നറിയാമോ? ഇവൾക്ക് ആ സ്നേഹം അനുഭവിപ്പാൻ കഴിയാത്തത് മക്കളിൽ നിന്നുള്ള വേദനയാണ്. ആ മക്കളിൽ നിന്നുള്ള വേദനയെ ഓരോ ദിവസവും ഓർമ്മിപ്പിച്ച് ഓരോ ദിവസവും ആ വേദനയെ വലുതാക്കി കാണിക്കുവാനുള്ള പ്രതിയോഗി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചില അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രസൻസ്, അത് വ്യക്തികളുടെ ആകാം, കഴിഞ്ഞകാല ഓർമ്മകളുടെ ആകാം, അല്ലെങ്കിൽ കഴിഞ്ഞകാല ചില അനുഭവങ്ങളുടെ ആകാം, നമ്മൾ എപ്പോഴൊക്കെയോ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിന്തകളുടെ ആകാം. ഈ പ്രസൻസ് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. മനഃശാസ്ത്രപരമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ചില സന്തോഷങ്ങളെ അനുഭവിക്കാൻ നമുക്ക് പറ്റത്തില്ല. സന്തോഷിക്കാൻ ആളുണ്ട്, സന്തോഷത്തിനുള്ള സാഹചര്യങ്ങളുണ്ട്, സ്നേഹിക്കാൻ ആളുണ്ട്, മനസ്സിലാക്കാനുണ്ട്. പക്ഷെ എപ്പോഴൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയ ചില വ്യക്തികളുടെയോ ഓർമ്മകളുടെയോ അനുഭവങ്ങളുടെയോ നമ്മൾ ആർജിച്ചെടുത്ത ചിന്താരീതികളുടെയോ സാന്നിധ്യം, അത് ചിലപ്പോൾ അസൂയാകാം, പകയാകാം, ഓവർ തിങ്കിങ് ആകാം, സംശയമാകാം, ചില വ്യക്തികളാകാം, ചില പ്രസൻസ്, ഈവിൾ എഫക്ട് തരുന്ന ചില പ്രസൻസ് നമ്മളെ ഈ സ്നേഹങ്ങളെയൊക്കെ മനസ്സിലാക്കാതെ കൊണ്ട് നമ്മളെ ഒതുക്കി വെക്കും. സ്നേഹിക്കുന്നറിയാം, ഭർത്താവ് സ്നേഹിക്കുന്നറിയാം, പക്ഷെ ആ സ്നേഹത്തെ പലപ്പോഴും സംശയിച്ചു പോകാൻ വരെ ഇടയാകുന്ന രീതിയിൽ ഒരു പ്രതിയോഗി അവളെ എപ്പോഴും വ്യസനിപ്പിക്കുമായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറയട്ടെ, ഇത് വളരെ ദാരുണമായ ഒരു സാഹചര്യമാണ്. ചെറിയ ചെറിയ ബന്ധങ്ങളായിക്കോട്ടെ, സഹോദര ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ, നമുക്കറിയാം സ്നേഹമുണ്ട്, സ്നേഹിക്കുന്നറിയാം. പക്ഷെ മനസ്സിലാക്കാൻ തക്കവണ്ണം മനസ്സ് പ്രവർത്തിക്കുന്നില്ല. മനസ്സ് എന്തിന്റെയൊക്കെയോ ചില പ്രതിയോഗത്തിന്റെ അല്ലെങ്കിൽ ചില പ്രയാസങ്ങളുടെ പ്രതികൂലങ്ങളിൽ അടിമപ്പെട്ടിരിക്കുക. ഞാൻ ഒരുപാട് കേട്ട അനുഭവങ്ങളൊക്കെ ഉണ്ട്. സ്നേഹിക്കുന്നറിയാം, മാതാപിതാക്കൾക്ക് സ്നേഹം ഉണ്ടെന്നറിയാം, പക്ഷെ അതിനെ പൂർണ്ണ അർത്ഥത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ ജീവിതത്തിലുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇത് വളരെ ദാരുണമായ ഒരു പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഈ ഹന്ന എന്ന് പറയുന്ന സ്ത്രീയുടെ ഭാഗത്ത് നിങ്ങൾ ചിന്തിക്കാൻ പറ്റുകയുള്ളറിയാം, ആ സ്നേഹനിധിയായ ഭർത്താവിന്റെ സ്നേഹം പോലും വ്യസനത്തിന് കാരണമായി ജീവിതങ്ങളിൽ കടക്കുന്ന എത്രമാത്രം ദാരുണമായ അവസ്ഥകളിലൂടെ ഹന്ന കടന്നു പോകുന്നറിയാം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇത്തരത്തിൽ ആരെങ്കിലും, ഏത് പ്രായക്കാരുമായിക്കോട്ടെ, ഏത് ബന്ധങ്ങളും ആയിക്കോട്ടെ, ഇത്തരത്തിൽ ബന്ധങ്ങളുടെ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത, സ്നേഹം മുമ്പിൽ ഉണ്ടായിട്ടും അത് മനസ്സിലാക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവ്
അതിന് പരിഹാരം തരുമെന്ന ഈ വചനത്തിന്റെ അവസാനം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പലപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും പെട്ടെന്ന് ഇതാ, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മുമ്പിലുണ്ട്, പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പ്രതികരിക്കാൻ പറ്റുന്നില്ല, ആഗ്രഹിച്ചിട്ടും മറ്റു പലതിന്റെ അടിമത്വം, മറ്റു പലതിന്റെ കീഴിൽ നമ്മൾ ആയിരിക്കുന്നതുകൊണ്ട് ഈ സ്നേഹത്തിലേക്ക് വരുവാൻ നമുക്ക് കഴിയുന്നില്ല. ദാരുണമായ പരിസ്ഥിതിയാണ്. സ്നേഹം ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും ഉദാത്തമായ വികാരമായ സ്നേഹം നമ്മുടെ ചുറ്റുമുണ്ടായിട്ടും, നമ്മുടെ മാതാപിതാക്കളിൽ ഉണ്ടായിട്ടും, നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് തന്നിട്ടും ചില പാവങ്ങളും ചില പ്രയാസങ്ങളും ഉള്ളത് കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഈ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുമ്പോൾ ഒരു പരസ്യമുണ്ട്. ആ പരസ്യം പ്രകാരം പറയുന്നുണ്ട്, സിഗരറ്റിന്റെ പരസ്യമാണ്, സിഗരറ്റ് വലിക്കരുത് എന്നുള്ള രീതിയിലുള്ള പരസ്യം. എത്ര നല്ലതായിരുന്നു എൻ്റെ കുടുംബം, എത്ര നല്ലതായിരുന്നു എനിക്കുള്ളതെല്ലാം, ഭാര്യ, ഭർത്താവ്, മക്കൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുകയിൽ എൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു. എനിക്ക് അതിനൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, അതിനെ ഒന്നിനെയും എനിക്ക് സന്തോഷമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എത്ര ദാരുണമായ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സന്തോഷങ്ങളെ അടക്കി വെക്കുന്ന, നിങ്ങളുടെ സന്തോഷങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ സന്തോഷങ്ങളെ, നിങ്ങൾക്കുള്ള സ്നേഹത്തെ, നിങ്ങൾക്കുള്ള നന്മകളെ അനുഭവിക്കാൻ തടസ്സമായ ഏതെങ്കിലും അൺവാണ്ടഡ് പ്രസൻസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ജീവിതങ്ങളുണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അതിനെയൊക്കെയും അതിന് കാരണമാകുന്ന സകല വ്യസനങ്ങളെയും നിങ്ങളുടെ ജീവിതങ്ങൾ തുടച്ചു മാറ്റാൻ കഴിവുള്ള യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ വായിച്ചു പോകുമ്പോൾ മനസ്സിലാകുന്ന കാര്യമുണ്ട്. പറയുന്നുണ്ട്, വീണ്ടും പറയണം, അവളെ മുഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞു പട്ടിണി കിടന്നു. പ്രതിയോഗി പെനീനയാണ്, എപ്പോഴും പറഞ്ഞു പുഷ്പിക്കും. ഇതൊക്കെ കൊണ്ട് ചിലപ്പോൾ ഈ ഹന്നയ്ക്ക് ഉണ്ടാകുന്ന ചില വികാരങ്ങൾ ഞാൻ ചിന്തിക്കുക. എന്റെ ഭർത്താവ് എന്നോട് കാണിക്കുന്ന സ്നേഹം പോലും ഇഷ്ടം കൊണ്ട് തന്നെയാണോ കാണിക്കുന്നത്, ഗതികൾ കൊണ്ട് കാണിച്ചു പോകുന്നതാണോ, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നതാണോ, ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഞാൻ മൂലം സന്തോഷവാനാണോ? ഇങ്ങനെയുള്ള സ്ട്രഗിൾസ്, മെന്റൽ കോൺഫ്ലിക്ട്സുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഓടിപ്പോകാറുണ്ട്. ഹന്നയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എത്രമാത്രം വേദന അറിയാം, വായിച്ചു വിടുന്നത് പോലെയല്ല, എത്രമാത്രം വേദന അറിയാമോ? അങ്ങനെ വായിച്ചു വരുമ്പോൾ പറയുകയാണ്, അവളെ മുഷിപ്പിച്ചത് കൊണ്ട് കരഞ്ഞു പട്ടിണി കിടന്നു. പട്ടിണി കിടക്കുമ്പോൾ വീണ്ടും അതരസം. അവളുടെ ഭർത്താവ് എന്നിട്ട് എൽക്കാന അവളോട്, ഹന്നേ നീ എന്തിനു കരയുന്നു? നോക്കിയേ, കരഞ്ഞാൽ ചോദിക്കാൻ ഒരാള്, പലരുടെയും പരാതി അതല്ലേ, ആരുമില്ല അന്വേഷിക്കാൻ. നീ എന്തിനു പട്ടിണി കിടക്കുന്നു, വ്യസനിക്കുന്നത് എന്ത്? മതി, ഒരാളുടെ ജീവിതത്തിൽ ഇത്രമാത്രം മതി. ഇങ്ങനെ ചോദിക്കാനുണ്ടായ ഒരു ഈ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയ ഒരാൾ മതി. പക്ഷെ അതുപോലും വ്യസനം മാറ്റുന്നില്ല, അതുപോലും ജീവിതത്തിൽ സന്തോഷമായിട്ട് വരുന്നില്ല. എത്ര ദാരുണമായ പരിസ്ഥിതി എന്നറിയാമോ? പക്ഷേ അവൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറയുന്നുണ്ട്. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറയുകയാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ മറ്റ് ചില ഓൾട്ടർനേറ്റീവ്സ് കൊണ്ടൊന്നും നമ്മുടെ ഭാരങ്ങളെ മാറ്റാമെന്ന് നമ്മൾ വിചാരിച്ചാൽ വളരെ പ്രയാസമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞല്ലോ, ഹന്നേ നീ എന്തിന് കരയുന്നു എന്തിനാ ചോദിക്കാൻ. ഇത് ഭയങ്കര ആഴമുള്ളൊരു കാര്യമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഞാനൊരു കോട്ട് ഇങ്ങനെ കേട്ടതാ, the worst part of being strong is that nobody will ever ask are you okay. ശക്തരായിരിക്കുന്നതിന്റെ വലിയൊരു അപകടം എന്ന് പറയുന്നത് നിങ്ങൾ ഓക്കെ ആണോ എന്ന് ആരും ചോദിക്കത്തില്ല. ഇവിടെ കരയുന്നതല്ല പ്രയാസം, കരച്ചിൽ കാണാൻ ഒരാളില്ലെന്നുള്ള വളരെ വലിയൊരു പ്രയാസമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ പറഞ്ഞില്ലേ, പോസിബിലിറ്റീസ് അല്ല അവക്കില്ലാത്തത്, അവക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. പക്ഷെ അത് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞത്. ഞാൻ എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ പകരണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. സമാനമായ ജീവ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരായിരിക്കാം നമ്മൾ. എന്തിന് കരയുന്നു എന്ന് ചോദിക്കുന്നു. ആ ചോദ്യം എത്ര മനോഹരമാണ്. എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നു. നീ എന്തിന് പട്ടിണി കിടക്കുമെന്ന് ചോദിക്കുന്നു. നീ വ്യസനിക്കുന്ന എന്തിനെന്ന് ചോദിക്കുന്നു. കാരണങ്ങൾ ചോദിക്കുവാനായിട്ട് സ്നേഹനിധിയായ ഭർത്താവുണ്ട്. പക്ഷെ പറഞ്ഞില്ലേ, അതിനെ അന്വേഷിക്കുവാൻ, അതിന്റെ നന്മ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് ഏറ്റവും ദാരുണമായ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു വേദഭാഗം അതാണ്. അതിന്റെ നന്മ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. എന്നിട്ട് ഇതിനകത്ത് മറ്റൊരു പരിഹാരമാണ് ഇവിടെ എൽക്കാന കൊടുക്കുന്നത്. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ നടുവിൽ നമുക്ക് ചില ഓൾട്ടർനേറ്റീവ്സ് കിട്ടും. ഞാനും ചില വേദനകളുടെ നടന്നു പോയപ്പോൾ ഒത്തിരി കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു സൈക്കാട്രിസ്റ്റിനെ നമുക്ക് കാണാം, ഒരു കൗൺസിലറെ പോയി നമുക്ക് കാണാം. ഇതൊന്നും തെറ്റല്ല, പോയി കാണാം. ശാശ്വതമല്ലാത്തൊരു പരിഹാരം, താൽക്കാലികമാകുന്ന ഒരു പരിഹാരം. യോഗ ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ കറങ്ങുക, ബൈക്ക് എടുത്തൊരു റൈഡ് പോകുക, ഒരു കട്ടൻ കാപ്പി കുടിക്കുക. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അനുഭവിച്ചവർക്കറിയാം, ചില വേദനകൾ അതിന്റെ ശാശ്വതമാകുന്ന പരിഹാരം കൊണ്ട് മാത്രമേ മാറുകയുള്ളൂ. അത് എന്തിൽ നഷ്ടം വന്നോ, എന്തിൽ പ്രയാസം വന്നോ, എന്തിൽ നമുക്ക് പഴച്ചോ, എന്തിൽ നമുക്ക് ഇല്ലായ്മകൾ കടന്നു വന്നോ, അതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന കൃത്യമായ പരിഹാരം കിട്ടിയെങ്കിൽ മാത്രം, എന്താണോ എൻ്റെ വേദന,
ആ വേദനയുടെ ആഴം എന്താണോ അതിന് തക്കതായ പരിഹാരം കിട്ടാതെ ഒഴിഞ്ഞു മാറാത്ത വേദനകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മറ്റുള്ളവർക്കൊക്കെ താൽക്കാലികമായ ചില പരിഹാരങ്ങൾ തരാൻ പറ്റും, താൽക്കാലികമാകുന്ന ആശ്വാസം തരാൻ പറ്റും. പക്ഷേ അതിൽ സന്തോഷിക്കുമ്പോഴും അതിൽ നമ്മുടെ മനസ്സ് ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴും യഥാർത്ഥ വേദന ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അത് മടങ്ങി വരാൻ സാധ്യതയുണ്ട്. പഴയതിന് ശക്തിയായിട്ട് വീണ്ടും അതുകൊണ്ട് ഇവിടെ ഹന്ന ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവക്കൊരു മകനെ കിട്ടണം. അത് മാത്രമാണ് പരിഹാരം. അത് മാത്രമാണ് പരിഹാരം. മറ്റൊന്നിലും രക്ഷയില്ല, മറ്റൊന്നിലും ആഗ്രഹിക്കാൻ വഴിയില്ല. മറ്റൊന്നിനും സ്നേഹനിധിയായ ഭർത്താവിനും കൂടുതൽ ഓഹരി കൊടുക്കുന്ന ഭർത്താവിനും എന്താണ് കരയുന്നെന്നും എന്താണ് നിന്റെ വ്യസനമെന്ന് ചോദിക്കുന്ന ഭർത്താവിനും ഒന്നും കൊടുക്കാൻ കഴിയാത്ത, അവളുടെ സാഹചര്യങ്ങൾക്ക് ഒന്നിനും കൊടുക്കാൻ കഴിയാത്ത ഒരു ആശ്വാസം അത് മകനെ കിട്ടിയേ തീരുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും ഉണ്ട്, എല്ലാവിധമായ സാഹചര്യം ഉണ്ട്. ഒന്നും ഹന്നയുടെ സങ്കടത്തെ നിർത്തുവാനോ സങ്കടത്തെ അടക്കുവാനോ മതിയായതല്ലാതിരുന്നു. ഈ സാഹചര്യങ്ങളോടെ കടന്നുപോയവരുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഇവിടെയാണ് ഹന്ന എന്തൊക്കെ ചെയ്യുന്നറിയാമോ? അവർ ഒരുമിച്ച് കിടന്നു. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്നൊക്കെ പറഞ്ഞു. ഇല്ല, ഓൾട്ടർനേറ്റീവ് ഒന്നും പറ്റത്തില്ല. 10 പുത്രന്മാരല്ല 11 പുത്രന്മാരെക്കാൾ നല്ലതാന്ന് പറഞ്ഞാലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രജ, ഒരു മകൻ, ഒരു മകൾ അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാകുന്നതാണ് ഇതിന്റെ പരിഹാരം. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കും. ആളുകളുടെ ആശ്വാസവാക്കുകളൊന്നും അതിന് പകരമാകത്തില്ല. ആളുകൾ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാമെന്ന് പറഞ്ഞ് പകരമാകത്തില്ല. ചിലതിന് അതിന്റെ ഫുൾനെസ്സിൽ നമുക്കുണ്ടാകണം. നമുക്കുള്ളത്, നമുക്ക് വേണ്ടത് നമ്മിലേക്ക് വരണം. അത് വന്നെങ്കിൽ മാത്രമേ നിത്യമാകുന്ന ആ വേദനയ്ക്ക് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. നാളുകളായിട്ട് മനസ്സിൽ കൊണ്ടിരിക്കുന്ന ആ ഭാരത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം, നമുക്ക് ആവശ്യമുള്ള പരിഹാരം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. ഇവിടെ എന്ത് ചെയ്യാം, അത് പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യാന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. താഴ്ത്ത് വായിക്കുമ്പോൾ അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. ഹന്ന എഴുന്നേറ്റ് പോയി. ഒരു സംശയത്തിൽ ഇരിക്കാൻ പറ്റാതെ ഹന്ന എഴുന്നേറ്റ് പോയി. അവള് ചെന്നപ്പോൾ ഏലി പുരോഹിതൻ അവിടെ ഉണ്ട്. മനോവ്യസനത്തോടെ യഹോവയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മനോവ്യസനത്തോടു കൂടി യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞെന്നാണ് പറയുന്നത്. അവൾ ഒരു നേർച്ച നേർന്നു. അടിയന്റെ സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടമൊക്കെയും നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവോര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. നേർച്ച നേരുകയാണ്, ഉടമ്പടി ചെയ്യുക ദൈവത്തിന്റെ സന്നിധിയിൽ. ഞാൻ പറയട്ടെ, അങ്ങനെ ഇവൾ ആ സന്നിധി ചെല്ലുമ്പോഴും മറ്റൊരു ഇന്റർവെൻഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. അത്രമാത്രം ഹൃദയഭാരത്തോട് ഉടമ്പടി എടുത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും പുരോഹിതൻ ആദ്യം അവളെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? ലഹരി പിടിച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയത്. ഇവിടെ പറയുന്നുണ്ട് 1 ശമൂവേൽ 1-ാം അധ്യായത്തിന്റെ 13 വായിക്കുമ്പോൾ ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം അനങ്ങിയതല്ല, ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഇത് വ്യക്തിപരമായിട്ട് എനിക്ക് കൊണ്ടൊരു കാര്യമാണ്. കാരണം ഒരു പുരോഹിതനായ ഏലിക്ക് ഒരുവളുടെ വേദനയെ മനസ്സിലാക്കാൻ പറ്റാതെ അത് ലഹരി പിടിച്ചിരിക്കുന്നതാണെന്നും മദ്യം കുടിച്ചതാണെന്നോ ഒക്കെ ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. ഇത് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഉൾപ്പെടുന്ന ഒരു കൂട്ടത്തെ ചേർത്ത് പറയുകയാണ്. മനസ്സിലാക്കും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഹന്ന ചിന്തിക്കേണ്ട ഒരിടമാണ് ഒരു പുരോഹിത വർഗം, ദൈവദാസ വർഗം, കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വർഗം. അവിടെ പോലും കൃത്യമായിട്ട് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളത് അത് ഹന്നയ്ക്ക് നേരിട്ടൊരു വെല്ലുവിളിയാണ്, ഹന്നയ്ക്ക് നേരിട്ടൊരു പ്രയാസമാണ്. നമ്മൾ ഉൾപ്പെടുന്ന ഒരു പുരോഹിത വർഗത്തിന് പലപ്പോഴും ഈ മനസ്സിലാക്കാൻ പറ്റാത്ത വേദനകളിലൂടെ നമ്മുടെ ചുറ്റും ആളുകൾ ഉണ്ട് എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. ഞാനതിനെ വളരെ ഗൗരവമായിട്ട് ഉൾക്കൊണ്ട് ചുറ്റും നടക്കുന്ന ഓരോരുത്തരിലും അവരുടെ ഹൃദയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വേദനയെ കാണാനുള്ള അകക്കണ്ണില്ലാതെ ജീവിച്ചു പോകുന്ന സാഹചര്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പറയില്ല. ഹന്നയ്ക്ക് അങ്ങനെയും ഒരു വെല്ലുവിളി ഉണ്ടായി എന്നാ പറയുന്നത്. ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ആലയത്തിന് പുരോഹിതൻ വന്നിട്ട് നീ ലഹരി പിടിച്ച് എത്രത്തോളം ഇരിക്കും, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞു, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കി എത്രമാത്രം തകർന്നവളാന്ന് നോക്കി. ഒരു പുരോഹിതന്റെ മുമ്പിൽ ചെന്ന് പോലും എന്റെ വ്യസനം കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ കുടിച്ചവളോ കൊല്ലരുതാത്തവളോ അല്ലെന്ന് പറഞ്ഞു ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ വേദനകളും ഒക്കെ പലപ്പോഴും പലരും മനസ്സിലാക്കാതെ അതിനെ മറ്റു ചില ലക്ഷണങ്ങളാണെന്നും മറ്റുള്ളതാണെന്നും ഒക്കെ മനസ്സിലാക്കി ചിന്തിക്കുന്ന, നിഗമനത്തിൽ എത്തിച്ചേരുന്ന, അങ്ങനെ പ്രതികരിക്കുന്ന ഒരു അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ ഞാൻ പറയട്ടെ, എന്താ സംഭവിച്ചറിയാമോ? എല്ലാ സാഹചര്യങ്ങളും എല്ലാം അനുകൂലമെന്ന് വിചാരിച്ച സകലതും അവർക്ക് പ്രതികൂലമായിരുന്നു. ഹന്ന എന്ത് ചെയ്യുന്നറിയാമോ? ഹന്ന പറയുകയാണ്, ഞാൻ യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുക അത്രേ ചെയ്തത്.
ഇതാണ് സമർപ്പണം എന്ന് പറഞ്ഞാൽ. എല്ലാം എതിരായപ്പോൾ എനിക്ക് അത് വേണ്ടത് കിട്ടിയേ മതിയാവുകയുള്ളൂ എന്നുള്ള സാഹചര്യം വന്നപ്പോൾ, അത് കിട്ടുക മാത്രമാണ് ഇതിന്റെ പരിഹാരം എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഹന്ന ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ പകർന്നു. ഇതിനെയാണ് സമർപ്പണം എന്ന് പറഞ്ഞാൽ. ഇത്രമാത്രം വിശ്വസിച്ച് വേറെങ്ങും കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ ഏക ഇടം എന്റെ ക്രിസ്തുവിൻ്റെതാണെന്ന് പറഞ്ഞ് കൊടുക്കുവാൻ, ആ ഉയരത്തിലേക്ക് നോക്കി ബലം പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നതാണ് സമർപ്പണത്തിന്റെ ഫുൾനെസ് എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ഒരു കഥ ഇപ്രകാരം കേട്ടതാണ്. ഒരു കപ്പൽ ഇങ്ങനെ ആടി ഉരഞ്ഞു, കപ്പലിന്റെ നിയന്ത്രണം വിട്ടു. എല്ലാവരും ഭയപ്പെട്ട്, ഭാരപ്പെട്ട്, പ്രയാസപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. കടലിൽ കപ്പലിനെ നിയന്ത്രിക്കേണ്ടവർ എല്ലാവരും ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞുകുട്ടി ഓടി അതിന്റെ മേൽത്തട്ടി ചെന്നപ്പോൾ അവിടെ ആ കപ്പലിന്റെ നാവികൻ കപ്പലിന്റെ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ച് കപ്പലിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അവൻ ആ കുട്ടിയെ നോക്കി ആ ഒരു നാവികൻ ഒന്ന് ചിരിച്ചപ്പോൾ അവനോട് താഴെ വന്നിട്ട് പറഞ്ഞു, ആരും പേടിക്കണ്ട, കപ്പിത്താൻ മേളിലുണ്ട്, അവരെന്നെ ചിരിച്ചു കാണിച്ചു, അവനത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം പറയട്ടെ, ഈ ഇടത്തിൽ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുമെങ്കിൽ മാത്രമേ പരിപൂർണ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഇതാ സമർപ്പണം. സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ, മൊത്തത്തിൽ അർപ്പിക്കുക. വേദനകളാകട്ടെ, ഭാരങ്ങളായിക്കോട്ടെ, നമ്മുടെ ചിന്തകൾ ഇവിടെ സകലമായിക്കോട്ടെ, മറ്റൊരിടത്ത് ഇത് വില പോകത്തില്ല, മറ്റൊരിടത്ത് ഇത് സ്വീകരിക്കപ്പെടത്തില്ല, മറ്റൊരു സാഹചര്യങ്ങൾക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. പറ്റുന്ന ഒരേ ഒരിടം എന്റെ ക്രിസ്തുവിന്റെ ഇടം മാത്രമാണ്. നമ്മൾ എന്താണെന്ന് അതേപോലെ മനസ്സിലാക്കുന്ന ആ ക്രിസ്തുവിന്റെ ഇടത്തിലേക്ക് പോകുവാൻ, സൗഖ്യമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആന്തരികവും മാനസികവും, നമ്മൾ ഇന്നലെ കേട്ട പോലെ യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ ഹൃദയത്തിന്റെ സൗഖ്യമായിക്കോട്ടെ, എന്താണെങ്കിലും. ഞാൻ ഈ നാളുകളിൽ അനുഭവിച്ച കാര്യം മാത്രമാണ് പറയുന്നത്. നമ്മുടെ വേദനകളോട് ഉത്തരം പറയുവാൻ ചോദിക്കുന്ന, ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ പോലും അറിയത്തില്ല എന്താ ചോദിക്കേണ്ടെന്ന്, എന്താ നമ്മുടെ പ്രശ്നം നമുക്കറിയത്തില്ല. പക്ഷെ കൃത്യമായിട്ട് അതിലേക്ക് വിരൽ ചൂണ്ടുവാൻ, കൃത്യമായിട്ട് അതിലേക്ക് ചൂണ്ടുപലക ചൂട്ടി ഉത്തരം പറയുവാൻ യേശു തമ്പുരാൻ മാത്രമേ കഴിയത്തുള്ളൂ. വലിയ തിയോളജി ഒന്നുമല്ല ഞാൻ പറഞ്ഞ, അനുഭവം മാത്രമാണ് പറഞ്ഞത്. എന്റെ വേദനകൾ എന്താന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഒത്തിരി വേദനകളുണ്ട്, പക്ഷെ അത് പറയാൻ തക്കമുള്ള കൃത്യമായ ഒരു ഓർഡർ മനസ്സിലില്ല, ഭയങ്കര സ്ട്രഗിളാണ്. ചോദിച്ചവരൊക്കെ മടങ്ങിപ്പോയി. പക്ഷെ ഞാൻ പറയട്ടെ, അതിനെ മനസ്സിലാക്കി മറുപടി തന്നൊരു ദൈവം എന്റെ മുമ്പിലുണ്ട്. അനുഭവിച്ചവനെയായി ഞാൻ ഇന്ന് രാത്രി പ്രസ്താവിക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ദൈവത്തിന്റെ സന്നിധിയിൽ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, ഹന്ന ജയിച്ചവളായിട്ട് പാടിയതായത് എന്താണെന്നറിയാമോ? സകലത്തിലും അവൾക്ക് രക്ഷ കണ്ടെത്തിയില്ല, ആനന്ദം കണ്ടെത്തിയില്ല. രണ്ടാമത്തെ ഹന്ന പ്രാർത്ഥിച്ചു പറയുക, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ആനന്ദങ്ങളുടെ കേന്ദ്രം യഹോവയാകട്ടെ, ആനന്ദങ്ങളുടെ ഉറവിടം യഹോവയാകട്ടെ. സങ്കീർത്തനക്കാരൻ 87-ാം അധ്യായ സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിൽ പറഞ്ഞ പോലെ, എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നുവെന്ന് സംഗീതക്കാരും നൃത്തക്കാരും ഒരുപോലെ പറയും. എന്റെ ഉറവുകൾ, എന്റെ എല്ലാത്തിന്റെയും സന്തോഷത്തിന്റെയും എന്റെ എല്ലാ നന്മകളുടെ ഉറവിടം ക്രിസ്തുവാണെന്ന് പറയാൻ നമുക്ക് കഴിയണം. ഞാൻ പറഞ്ഞു വന്നത്, മറ്റെല്ലാത്തിൽ നിന്നും മാറി ഈ ക്രിസ്തുവിലേക്ക് മാത്രം മനസ്സിനെ പരിപൂർണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ, ഈ ക്രിസ്തുവിലേക്ക് മാത്രം നമ്മുടെ ഹൃദയങ്ങളെ ഒഴിച്ചു പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ഒരു സമർപ്പണത്തിന്റെ ലെവലിലേക്ക് നമുക്ക് എത്തിയാൽ രണ്ട് കാര്യങ്ങളാണ്. ക്രിസ്തുവിലുള്ള ആനന്ദം, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. രക്ഷയിൽ സന്തോഷിക്കാൻ പറ്റുമോ? ആ ഒരു തലത്തിലേക്ക് ജീവിതങ്ങൾ ഉയർത്താൻ പറ്റുമോ? ഞാൻ രാത്രിക്കാൽ ഉറപ്പായിട്ട് പറഞ്ഞിട്ട്, എന്ത് പ്രശ്നങ്ങളുമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ, സാമ്പത്തികമായിക്കോട്ടെ, ജീവിതത്തിന്റെ രോഗങ്ങളായിക്കോട്ടെ, മറ്റെന്തെങ്കിലും പ്രയാസമായിക്കോട്ടെ, ആ രക്ഷയിലേക്ക് മനസ്സുയർത്താൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സഹായിക്കുന്ന ദൈവമുണ്ട്. ഹൃദയത്തെ വിശാലമാക്കാൻ ദൈവമുണ്ട്. മിണ്ടാതിരുന്ന് ഹൃദയം കൊണ്ട് മാത്രം പറഞ്ഞ് ചുണ്ട് ചലിപ്പിച്ചവളെ കൊണ്ട് ഇത്രമാത്രം വലിയ സ്തുതിഗീതങ്ങൾ പാടിപ്പിച്ചവനായ ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കണം. അവൻ എത്ര സന്തോഷമായിട്ട് അവൾ പറഞ്ഞത്, യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീയല്ലാതെ ഒരുത്തരുമില്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ആശ്രയിപ്പാൻ ഒരു പാറയുമില്ല. അങ്ങനെയൊക്കെ വായിച്ചു വരിക. ഇടറിയവർ ബലം ധരിക്കുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഗതിയെ കുപ്പയിൽ നിർത്തുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഞാൻ പറയട്ടെ, ഇതൊക്കെ ആർജിച്ചെടുത്ത അനുഭവങ്ങളാണ്. ഹന്നയെപ്പോലെ ഒരു പാട്ട് സ്വയമായി പാടാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യം പറഞ്ഞതിലേക്ക് ഒന്നും മടങ്ങി പോകട്ടെ. ഇത്രമാത്രം തീവ്രമായ സാധ്യതകളുടെ നടുവിൽ യഹോവയുടെ സന്നിധിയിൽ ഹൃദയം പകർന്ന സമർപ്പണം തലമുറയെ പിന്തുടർന്നു. മ്ലേച്ഛതകളുടെ കൂമ്പാരത്തിൽ, കൊള്ളരുതായ്മകളുടെ കൂമ്പാരങ്ങളുടെ നടുവിൽ ന്യായപ്രമാണം കാത്തു സൂക്ഷിക്കുന്ന വിശ്വസ്ത പ്രവാചകനായിട്ട് തന്റെ മകനെ മാറ്റുവാൻ തക്കവണ്ണം ഈ അമ്മയുടെ വേദനകളുടെ നടുവിലെ സമർപ്പണം ഇടയാക്കിയെന്ന് മനസ്സിലാക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരും, സകല പ്രായങ്ങളിലെയും പ്രതികരിക്കുന്നവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ സങ്കീർണങ്ങളായ വേദനകൾ, ഞാനിപ്പോ ഇവിടെ പറഞ്ഞതിലൊക്കെ അപ്പുറം സങ്കീർണമായിരിക്കാം നിങ്ങളുടെ വേദനകൾ, ഇതിന്റെ എല്ലാം നടുവിൽ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് സമർപ്പണം എന്ന് പറയുന്നത് വെറും ഒരു വാക്കായിട്ട് കാണാതെ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ,
അത് എത്രമാത്രം ഉദാത്തമായതാണെന്നും എത്രമാത്രം നമ്മുടെ ജീവിതങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്നതാണെങ്കിലും എത്രമാത്രം നമ്മളെ രക്ഷയിൽ സന്തോഷിക്കാൻ വേണ്ടി നമ്മളെ ഒരുക്കുന്നതാണെന്നും മനസ്സിലാക്കി ഹന്നയെ പോലെ ഹൃദയം പകരുന്ന തരത്തിലുള്ള ഒരു സമർപ്പണം, ആശ്രയമെല്ലാം പോകുമ്പോൾ ദൈവത്തിന്റെ സന്നിധി ചെല്ലുക, മനോവ്യസനങ്ങൾ അവിടെ ഇറക്കി വെക്കുക, ദൈവത്തിന്റെ സന്നിധി ഹൃദയങ്ങളെ പകരുക. പിന്നീട് ജയത്തിന്റെ പാട്ടുകളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നത്. ദൈവം വഴിയും വാതിലും തുറക്കും. ദൈവം കാര്യങ്ങൾ ചെയ്യും. രോഗത്തിന്റെ പേരിലാണോ, ജോലിയുടെ പേരിലാണോ, വിദ്യാഭ്യാസത്തിന്റെ പേരിലാണോ, ഭാവിയുടെ പേരിലാണോ, ശക്തനായവൻ ഒരുവനുണ്ട്. ആ സന്നിധിയിൽ ഹൃദയങ്ങളെ പകരുക, മറ്റൊരിടത്തും പകരാതിരിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. എനിക്ക് ഈ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട ഈ സഭയോടും സഭാജനങ്ങളോടും അച്ഛനോടും കുടുംബത്തോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്ന ദൈവം നമ്മെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ അച്ഛനോടുള്ള നന്ദി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് രാത്രിയിലും ശമൂവേൽ പ്രവാചകന്റെ മാതാവായ ഹന്നയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഹന്നയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നമ്മോട് സംസാരിച്ച സമർപ്പണത്തെക്കുറിച്ച്, ദൈവത്തിന് പരിപൂർണമായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മോട് ഹൃദ്യമായി ലളിതമായി സംസാരിച്ച പ്രിയ അച്ഛനോടുള്ള നന്ദി ഒരിക്കൽ കൂടെ ഇടവകയുടെ നാമത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. ഇന്നലത്തെയും ഇന്നത്തെയും യോഗങ്ങളിൽ അച്ഛൻ വചനം സംസാരിച്ചു. വളരെ ഹൃദ്യമായി വചനത്തിൽ നിന്ന് സംസാരിച്ചു. അച്ഛനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഈ 2 ദിവസങ്ങളിലും വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും, പ്രത്യേകിച്ച് ആരെങ്കിലും ഗസ്റ്റ്സ് ആയിട്ട് പങ്കെടുക്കുന്നെങ്കിൽ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മ അവസാനിപ്പിക്കാം. പ്രാർത്ഥനയിൽ നമ്മളെ നയിക്കുന്നതിനായിട്ട് I invite Mrs. Jessie Matthew to lead us in prayer. Thank you, Acha. Can you hear me? Yes. Okay. Thank you, Lord, for this moment of grace. Thank you for this evening time, O Lord, where we've come into your presence. Our hearts filled with joy, so much to know you more, so much to understand you more. When your servants bring these messages to us, O Lord, we get so closer to you, knowing you better, Lord. The life of Hannah has taught us so many lessons. All that we need to do, Lord, is submit our lives, O Lord. In perfect submission, you give it to us. You give it all to us, O Lord. I thank you for that grace, O Lord. Thank you for this moment that we got to learn more about Hannah's life and how it can apply in our lives, and what grace we can actually have in our lives. Just knowing how grateful and how pleasing you are when we come to you, O Lord. Thank you, Jesus. I very especially pray for Binish Monachan, Lord, for bringing us this word. 2 days we sat just listening to your word in a different perspective, O Lord. We've heard it all the time, O Lord, but you give it to us every time in a different way, O Lord. And it's so good to know and understand you deeper each day, O Lord. Thank you so much, Lord. I pray for Achan. Thank you for giving us this opportunity that we could have this special prayer session, this convention, these 2 last days, Lord. Thank you so much, Lord. I pray for our retreat tomorrow as we continue learning more of your word, O Lord. Help us to come with open hearts, open minds, studying your word and knowing you better, to live a more fulfilling life, submitting our lives in your care, O Lord. Lord, I pray for all the prayer requests that Achan put forward today, the silent request of so many of us, for the sick, for the lonely, the people in need, all those requests, O Lord. I pray that you hear us even when we cannot put them in words, O Lord. I just bring them all their prayers to you, that you may answer us and give us consolation and peace, O Lord. I very especially pray for all the sick, O Lord. It's so hurting to know that there's so many people in pain,
When we live such a privileged life, O Lord, we just ask, like that song goes, what have we done to find your favor, O Lord? But you bless us, not taking into consideration anything that we are about, O Lord. I praise and thank you, Lord. As we wind up this day, I thank you for all the blessings. I pray for each one of us in church and for tomorrow's retreat. Bring us safely to church that we may listen more to your word and understand you better. As we retire, O Lord, for this day, help us to come to church tomorrow with open hearts. I submit all our lives in your prayer, praising and thank you for all that you've done for us. And thank you for loving us in spite of what we are. Thank you, Jesus. In Jesus' name I pray. Amen. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാർക്ക് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ദോഷങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അവിടുത്തേയുള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും വാഴ്വുകളും പ്രിയമുള്ളവരെ, നാം എല്ലാവരോടുകൂടിയും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടുകൂടെയും നാം കേട്ട വചനങ്ങളോടുകൂടെയും പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ വിശുദ്ധ ആരാധനയോടുകൂടി ഇന്നുമല്ല എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു അച്ഛാ. അച്ഛാ, താങ്ക് യു സോ മച്ച്. മെസ്സേജ് താങ്ക് യു എല്ലാം അച്ഛാ. വളരെ നന്നായിരുന്നു, വളരെ സിമ്പിളായിരുന്നു, ടച്ചിങ് ആയിരുന്നു. പ്രത്യേകം നന്ദി. ഞാൻ അച്ഛനെ താങ്ക് യു വിളിച്ചു. അച്ഛാ. താങ്ക് യു. ഓക്കെ.